നല്ല സിനിമ നല്ല സിനിമ പല ഗ്രൂപ്പായി തമ്മിലടിച്ചും വ്യാജന്മ സീഡി അടിച്ചും അടിത്തറയിളക്കിയ സിനിമ നമ്മുടെ സിനിമ ഇല്ല ഒരുമ ബാലനിൽ തുടങ്ങിയ സിനിമ ഇന്ന് കാലന്റെ പിടിയിലാണ് സിനിമ ബാലനിൽ തുടങ്ങിയ സിനിമ ഇന്ന് കാലന്റെ പിടിയിലാണ് സിനിമ 4 കോടി മുടക്കിയിട്ട് 4 പേര് കണ്ടില്ലെങ്കിൽ 4 രൂപ ലഭിക്കാത്ത സിനിമ ചില്ല സിനിമ അറ സിനിമ ഈ നാട്ടിലും മറുനാട്ടിലും പേരു കേട്ട സിനിമ അത് ചെമ്മീനെന്ന സിനിമ സ്വർണ്ണ മെഡൽ വാങ്ങിയ സിനിമ അത് ചെമ്മീനെന്ന സിനിമ പണ്ട് തകഴി എഴുതിയ സിനിമ പണ്ട് മാവേലി തമ്പുരാൻ സമ്പന്നമാക്കിയ നാട് ഇന്ന് രാത്രിയ കഴുകന്മാർ കുട്ടിച്ചോറാക്കിയ നാട് ഇപ്പോൾ സകല തരികിട കളിയും നടക്കണ സുന്ദരൻ നാട് കടം കയറിയ കർഷകർ കയറിൽ തൂങ്ങണ കലക്കൻ മലനാട് മാവേലി നാടുവാണിടും കാലം അയ്യോ അയ്യോ എന്നെ കൊല്ലല്ലേ, ഞാൻ ഹിന്ദു അല്ല. എന്നാ പിന്നെ കൊല്ലിയ. എന്റെ പൊന്നു ചേട്ടന്മാരെ, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ മുസ്ലിം അല്ല. മുസ്ലിം അല്ലെങ്കിൽ ആ കാഫറിനെ വെട്ടി നുറുക്കടാ. കർത്താവാണ് സത്യം, ഞാൻ ക്രിസ്ത്യാനിയല്ല. സത്യം, ഞാൻ ജോസഫാണ്. മനുഷ്യരെല്ലാരും ഒന്നുപോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും കുറ്റകൃത്യങ്ങളിൽ കേരളം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. 12,837 കൊലപാതകങ്ങളും 8,438 ബലാത്സംഗങ്ങളും 14,564 ആത്മഹത്യകളുമാണ് ഈ വർഷം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആമോദത്തോടെ വസിക്കും കാലം. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അതെ, SI സ്പീക്കിംഗ്. സാർ രക്ഷിക്കണം, MG റോഡിൽ ഗുണ്ടകൾ ചേർന്ന് 2 പേരെ ആക്രമിക്കുന്നു. സോറി, ഇവിടെ ഈ പോലീസ് സ്റ്റേഷൻ ഗുണ്ടകൾ വളഞ്ഞിരിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കൂ പ്ലീസ്. ആപത്തെങ്ങാർക്കും മുട്ടില്ല താനും. ഹലോ, ലീഡർ അല്ലേ? അതെ, ലീഡർ തന്നെ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജനങ്ങളുടെ മുമ്പിൽ ഞാനും എന്റെ മക്കളും ഇപ്പോഴും കണ്ണിലുണ്ണികളാണ്. എന്നിട്ടാണോ കണ്ണിലുണ്ണികൾ കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റു തൊപ്പിയിട്ടത്? അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണിലൊരു ഉണ്ണി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മരുന്നൊഴിച്ച് അത് ഒഴിവാക്കും. ജനങ്ങളും അത്രേ ചെയ്തുള്ളൂ. പക്ഷേ ഒഴിച്ച മരുന്നിന്റെ ഡോസ് അല്പം കൂടിപ്പോയി. കണ്ണി ചോരില്ലാത്തവർ. കള്ളവുമില്ല ചതിയുമില്ല. ഞാൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇതുവരെ കേരളത്തിൽ 10 പൈസയുടെ അഴിമതി നടന്നിട്ടില്ല. സത്യം. എള്ളോളമില്ല പൊളിവചനം. അത് പെങ്ങളുടെ മഹാഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. മണലിലൊക്കെ ഇപ്പൊ എന്താ വില? കള്ളപ്പറയും ചെറുനഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മറ്റൊന്നുമില്ല. ദേ മാവേലി കൊമ്പത്ത് 11ാം ഭാഗം. സ്ക്രിപ്റ്റ് കലാഭവൻ നവാസ്, ഷിനോത് മലയാറ്റൂർ, ഹരിശ്രീ യൂസഫ് ആൻഡ് ജയരാജ് സെഞ്ചുറി. പാരഡി രചന, സംവിധാനം നാദിർ ഷാ. മാന്യ പ്രേക്ഷകർക്ക് മിൽമ ഡയറിയിലേക്ക്, സോറി സിനിമ ഡയറിയിലേക്ക് സ്വാഗതം. നാദ് ഗ്രൂപ്പ് അണിയിച്ചൊരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായ ദേ മാവേലി കൊമ്പത്ത് 11ാം ഭാഗത്തിന്റെ ചിത്രീകരണം എറണാകുളത്തും പരിസരത്തുമായി പുരോഗമിക്കുന്നു. ആ ചിത്രത്തിന്റെ ലൊക്കേഷനിലേക്ക്. ചേട്ടാ, ദിലീപ് വന്നോ? ആരാണ് മാവേലിയായിട്ട് അഭിനയിക്കുന്നത്? ദിലീപാണോ? ഹലോ, കാൽഭവൻ നവാസ്. കാൽഭവൻ നവാസ് അല്ല ചേട്ടാ, കലാഭവൻ നവാസ്.
കലാഭവൻ എന്ന് പറഞ്ഞ അപ്പന്റെ പേരാണോ? ഏ? മൈദവൈ എന്നെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ശരിക്കും ഓലോചിച്ച് നോക്കൂ. എനിക്കത് കിട്ടുന്നില്ല. ഞാനും ഒരു സിനിമാക്കാരനാണ്. ആഹാ, സിനിമയിൽ എന്ത് ചെയ്യുന്നു? വിതരണക്കാരൻ അഥവാ ഡിസ്ട്രിബ്യൂട്ടർ. ആഹാ, അത് ശരി. അപ്പൊ സാറ് ഏതൊക്കെ സിനിമകളാണ് വിതരണത്തിന് എടുത്തിട്ടുള്ളത്? സിനിമയല്ല, സിനിമ തിയേറ്ററിനുള്ളിലെ കടല, കപ്പലണ്ടി, പാട്ടുപുസ്തകം ഇവയെല്ലാം വിതരണം ചെയ്യുന്ന വിതരണക്കാരൻ അഥവാ ഡിസ്ട്രിബ്യൂട്ടർ. പ്രൊഡ്യൂസർ വന്ന് ഈടോ സൂര്യൻ ഉദിച്ച് കുടുംബത്ത് പോകാനായിട്ടും ഷൂട്ടിംഗ് ഇതുവരെ തുടങ്ങിയില്ലേ? അല്ല സാറേ, നായിക ഇതുവരെ റെഡി ആയിട്ടില്ല. എവിടെ നായിക? ഞാനിവിടെ ഉണ്ട് സാറേ. കുട്ടി എന്താ സാറേ? ഞാൻ പ്രൊഡ്യൂസർ ഷെട്ടി. ആ കുട്ടി ഇങ്ങനെ മിഠായി കഴിക്കരുത് കേട്ടോ, ചെറുപ്പത്തിലേ ഷുഗർ കംപ്ലൈന്റ് വരും. അയ്യോ സാറേ, ഇത് മിഠായി അല്ല, ലിപ്സ്റ്റിക്കാ. എന്തായാലും കുറെ നേരമായിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുവല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ആ ഷൂട്ടിങ് കാണാൻ വന്ന് നിൽക്കുന്നവരെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്ത്. ഈടോ ഫീൽഡ് ക്ലിയർ ചെയ്യാൻ. എന്റെ പൊന്ന് സാറേ, അത് ഡയറക്ടറും ക്യാമറമാനുമാണ്. ആരാണേലും കുഴപ്പമില്ല, വെറുതെ നിൽക്കുന്ന എല്ലാവരെയും പിടിച്ചു മാറ്റിയിട്ട് ഫീൽഡ് ക്ലിയർ ചെയ്ത് ഷൂട്ടിങ് തുടങ്ങ്. ചേട്ടാ ഒന്ന് സഹകരിക്കട്ടെ, ഒന്ന് സ്വല്പോട്ട് മാറി നിൽക്ക്. കാണാന്ന് പറഞ്ഞിട്ട് മാറി നല്ല കാണാൻ പറ്റുള്ളത്. എന്റെ പൊന്നേട്ട എല്ലാവരും വരും, നിങ്ങൊന്ന് സമാധാനം. ദിലീപ്. ഓ ദിലീപ് വരും. ചേട്ടാ, നായികാരെ ഭാവനയാണോ? ബാബനല്ലേ ഓമന, ഒന്ന് മാറിക്കടോ. മോനെ രംഭ വരുമോ? അമ്പോ, വന്നിട്ട് എന്തിനാണ്? അല്ല, ഒരു ഓട്ടോഗ്രാഫ് മേടിക്കാനാ. എന്നിട്ട് ചാവുമ്പോ പെട്ടിയിൽ വെക്കാനാണാ? വീട്ടിൽ പോടാ. എടാ വീട്ടിൽ പോകാൻ. എന്താണോ ഇത്? എന്തോ? ഒന്നിലും പ്രായ മനുഷ്യനല്ലേ, ആ. അങ്ങനൊക്കെ വിളിക്കാവോ എടാ പോടാന്നൊക്കെ? ഞാൻ എന്റെ അപ്പനെ ഇഷ്ടമുള്ളത് വിളിക്കും, താൻ തന്റെ പാട്ടിൽ പോടോ. ആഹാ, ബെസ്റ്റ് അപ്പനും മോനും. നമസ്കാരം. നമസ്കാരം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ദിലീപേട്ടന് കാപ്പി വേണം, കാപ്പി വേണം, കാപ്പി കൊടു. എന്താ കാപ്പി വേണമെന്ന് പറഞ്ഞേ? കാപ്പി വേണമെന്നല്ല ഞാൻ പറഞ്ഞേ, ഹാപ്പി ഓണം, ഹാപ്പി ഓണം എന്നാ. അപ്പൊ ഈ കൊണ്ടുവന്ന കാപ്പി കാപ്പി വേണം, ഹാപ്പി ഓണം. ഞാൻ നാദൃഷയുടെ കസിനാണ് കേട്ടോ. സമാധാനിക്ക് സഹോദര, നിനക്ക് അതിലും വലുത് എന്തോ വരാനിരുന്നതാണ്. ദിലീപേട്ടാ, വെട്ടം സിനിമയുടെ കള്ള സീഡി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മോനെ, അതൊന്നും അടുത്ത് കാണാൻ നിൽക്കണ്ടാട്ടാ. പോലീസ് എങ്ങാനും പിടിച്ചാ പിന്നെ നിന്റെ ജീവിതത്തിൽ വെട്ടം കാണാൻ പറ്റൂല. ദിലീപേട്ട നമസ്കാരം, ഞാൻ സിനിമാ ഡയറിന്ന് വരികയാണ്. ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നവര്? ഇതിൽ എന്നോടൊപ്പം നാദിർ ഷാ, കലാഭവൻ നവാസ്, സാഗർ ഷിയാസ്, ഏലു ജോർജ്, ഹരിശ്രീ മാർട്ടിൻ, സാജു കൊടിയൻ, ഹരിശ്രീ യൂസഫ്, ജയരാജ് സെഞ്ചുറി, ഷിനോദ് മലയാറ്റൂർ, ടിനി ടോം, സോളമൻ ചങ്ങനാശ്ശേരി, തോമസ് ഓബിക്കുടി, കോട്ടയം വില്യംസ്, കലാഭവൻ ജോഷി, പ്രവീൺ ഹരിശ്രീ, സന്തോഷ് കുർമശ്ശേരി, സുരേഷ് ചങ്ങനാശ്ശേരി, ജ്യോതി കൃഷ്ണൻ, സമദ്, നന്ദകുമാർ പൊതുവാൾ. ഹോ, ഇതൊന്നും പോരാഞ്ഞിട്ട് ദാ നിൽക്കണ സലീം കുമാറും. എന്റെ അമ്മോ, എന്തൊരാളത്! ബീവറേജ് ഷോപ്പിന്റെ ക്യൂവിൽ പോലും ഇത്ര ആളുണ്ടാവില്ല. ആരാണ് ഇതിൽ മാവേലിയായിട്ട് അഭിനയിക്കുന്നത്? അതിലെന്താ ഇത്ര സംശയിക്കാനിരിക്കണത്? ഈ രൂപം വെച്ച് നോക്കുമ്പോ ഞാൻ തന്നെയായിരിക്കും മാവേലി. എന്നിട്ട് വേണം മാവേലിനെ കരിവാരി തേച്ചൊന്ന് മറ്റുള്ളവർ പറയാൻ. നീ ചുമ്മാരുന്നേ. അപ്പൊ പിന്നെ ആരാണ് മാവേലി? അത് സസ്പെൻസ്. ഈ സസ്പെൻസിന്റെ വീട് എവിടെയാണ്? ഇദ്ദേഹം ഏത് ഭാഷയിലും നടനാണ്? അതിന് കോമൺ സെൻസ് വേണം. ഇനി കോമൺ സെൻസ് ഒക്കെ വന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും. എടാ ദിലീപേ, ഈ ലോകിദാസ് സാറിന് ഭയങ്കര ജാടയാണല്ലേ. ഏയ്, ലോഹി സാറ് പാവമാണല്ലോ. എന്തു പറ്റി? ഞാനൊരു കടങ്കഥ ചോദിച്ചിട്ടേ പുള്ളിക്കാരൻ കമാന്നൊരു അക്ഷരം വേണ്ടിയില്ല. നീ പിള്ളേരെ പോലെ വല്ല കടങ്കഥയൊക്കെ ചോദിച്ചാ പുള്ളിക്കാരൻ ഇഷ്ടപ്പെടൂ? അല്ല, നീ എന്ത് കടങ്കഥയാ ചോദിച്ചേ? എനിക്ക് ഈ വർഷമേ സ്വന്തമായിട്ടൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതിന് കടമായിട്ടൊരു കഥ തരുമെന്ന് വെച്ച്. അപ്പൊ പുള്ളി ഒന്നും വിടണില്ല, ഭയങ്കര ജാടിയിട്ടിരിക്കുന്നു. അത് ശരി, അതാണ് കടങ്കഥ. ഇതിന് കടങ്കഥ എന്നല്ല പറയണേ, കൊടുഞ്ചതി എന്നാ പറയണേ. ഞാൻ പ്രദേശത്ത് പോകാൻ പറ്റൂല്ലോ. എന്നാ ഷൂട്ടിംഗ് തുടങ്ങടാ. ഓക്കെ, ഞാൻ റെഡി. ഫൈറ്റ് മാസ്റ്ററോടെ. മാസ്റ്റർ, അതായത് സീൻ ഇതാണ്. ഒരു മാരുതി വാൻ വരുന്നു. അതിൽ നിന്ന് രണ്ടുപേരെ ഗുണ്ടകൾ വലിച്ചു പുറത്തെടുക്കുന്നു. ഗുണ്ടകൾ വാൻ അടിച്ച് പൊളിക്കുന്നു. ഗുണ്ടകൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ദിലീപ് ചാടി വീഴുന്നു. അപ്പുറം സാപ്പാട്. അത് പോതുവയ്ക്ക. മാസ്റ്റർ റെഡി? ரெடி சார். എങ്കിൽ തുടങ്ങാം. டேக் போகலாமா? ஏய் முத்து முருகா வடிவேலு ரெடிங்களா? எல்லாரும் பால் எடுத்தாங்களா? All lights, camera, rolling, action. அந்த வண்டி விடுறா. ആള് മാറിപ്പോയി, ആള് മാറിപ്പോയി. ഇടി നിർത്ത്. കട്ട് കട്ട്. ഏതാ ഈ ചവിട്ടുനാടകക്കാരൻ? എടാ, ഇത് ചവിട്ടാടക്കാരനും ബാലക്കാരനൊന്നുമല്ല, ഇതാണ് സാക്ഷാൽ മഹാബലി തമ്പുരാൻ. ക്ഷമിക്കണം തമ്പുരാനെ, മാവേലിയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. മാവേലിയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു, പക്ഷെ എന്റെ മർമ്മങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു.
സോറി മാവേലി, വണ്ടി മാറിപ്പോയതാ. എന്റെ ഈശ്വര, ഇപ്രാവശ്യങ്ങളും മടി കിട്ടില്ലെന്ന് വിചാരിച്ചാ ഞാൻ വാനിൽ വന്നത്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നടന്നു വന്നാലും കാറിൽ വന്നാലും പാതാളത്തിലിരുന്നാലും മാവേലിക്ക് കിട്ടാനുള്ളത് വർഷാവർഷം കിട്ടും. കഴിഞ്ഞ 10 കൊല്ലവും ഞാൻ വന്നപ്പോ എനിക്ക് ഇടി കിട്ടിയത് ഡൂപ്പിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് കരുതി. അതുകൊണ്ടായി ഈ കൊല്ലം ഡൂപ്പില്ലാതെ വന്നത്. എന്നിട്ടും ഇടിക്കൊരു കുറവുണ്ടായില്ലല്ലോ ഈശ്വര. ഏതായാലും മാവേലി വന്ന സ്ഥിതിക്ക് ഞാൻ സസ്പെൻസ് പൊളിക്കാൻ പോയിണ്. പുറം പൊളിച്ചത് പോരെ, ഇനി എന്റെ സസ്പെൻസും കൂടി പൊളിക്കണോ? അതല്ല തമ്പുരാനെ, ഇതാണ് നമ്മുടെ പടത്തിലെ നായകൻ, സാക്ഷാൽ മാവേലി. അത് പിന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ നായകൻ. ആട്ടെ, എന്താ ഈ പടത്തിന്റെ കഥ? അത് പറയടാ. തമ്പുരാനെ വരവേൽക്കുന്ന ഒരു പാട്ടിലൂടെയാണ് ഈ പടം തുടങ്ങുന്നത്. പാരഡി അല്ലല്ലോ. ഏയ്, ഒറിജിനല്. എന്നാ പിന്നെ ആദ്യം ആ പാട്ട് കേക്കട്ടെ. ഓണം വന്നോണം പൊന്നോണം വന്നേ, മാലോകർക്കുത്സവനാളു വന്നേ. ആനന്ദമെങ്ങും ആളുകൾ തന്നെ ആഹ്ലാദമെങ്ങും. താളത്തോട് മേളത്തോട് ഓണക്കളിയാടിക്കളി ആനന്ദ കുമ്മി അടിച്ചിടണം. നിർത്തടാ. എന്താ നിന്റെ ഉദ്ദേശം? മാവേലിയെ വെച്ച് എന്ത് വേഷം കെട്ടും കാണിക്കാന്നോ? എന്താ അത്? പാട്ടോ അത് കൂത്തോ? തിരുമേനി, ഇതാണ് റാപ്പ്. ഇതാണ് ഇപ്പോഴത്തെ മ്യൂസിക്കിലെ പുതിയ ട്രെൻഡ്. ആണോ? അതെനിക്കിഷ്ടായി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ഇവിടുത്തെ ട്രെൻഡ് റേപ്പായിരുന്നു. അത് മാറ്റിപ്പോ റാപ്പായല്ലോ. അതിലെനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് അഭിനയിച്ചു തുടങ്ങാം. എനിക്ക് അഭിനയിക്കാനുള്ള സീൻ എവിടെ? അത് താടാ. അതെ, അതിനു മുമ്പേ മാവേലി ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്യണം കേട്ടോ. എന്താ അത്? ഇത് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പുള്ള ഒരു എഗ്രിമെന്റ് ആണ്. എന്നാ അതൊന്ന് വായിച്ചേ. ഈ സിനിമയിൽ അഭിനയിച്ചാൽ പിന്നെ ഈ നൂറ്റാണ്ടിന്റെ അവസാനം വരെ സ്റ്റേജ് ഷോയ്ക്ക് പോകരുത്, വിദേശത്ത് പോകരുത്. കക്കുസി പോകാമോ? സൈൻ ചെയ്തിട്ട് പോകാം. എടോ, സിനിമയ്ക്കും സിനിമാക്കാർക്കും ഈ ജനങ്ങൾ തന്നിരിക്കുന്ന ഒരു സ്ഥാനുണ്ട്. അത് സംഘടനാ പ്രശ്നങ്ങളോ തർക്കങ്ങളോ കൊണ്ട് നഷ്ടപ്പെടുത്താതെ നിങ്ങൾ കലാകാരന്മാരെല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് ജനങ്ങൾക്കായി ഒരുക്കുന്ന നല്ല സിനിമ, അതാണ് പ്രേക്ഷകർക്ക് വേണ്ടത്. നല്ല സിനിമ, നല്ല സിനിമ, പല ഗ്രൂപ്പായി തമ്മിലടിച്ചും വ്യാജന്മ സീഡി അടിച്ചും അടിത്തറയിളക്കിയ സിനിമ. നമ്മുടെ സിനിമ ഇല്ല ഒരുമ. ബാലനിൽ തുടങ്ങിയ സിനിമ ഇന്ന് കാലന്റെ പിടിയിലാണ് സിനിമ. ബാലനിൽ തുടങ്ങിയ സിനിമ ഇന്ന് കാലന്റെ പിടിയിലാണ് സിനിമ. 4 കോടി മുടക്കിയിട്ട് 4 പേര് കണ്ടില്ലെങ്കിൽ 4 രൂപ ലഭിക്കാത്ത സിനിമ. ചില്ല സിനിമ, അറ സിനിമ. ഈ നാട്ടിലും മറുനാട്ടിലും പേരു കേട്ട സിനിമ, അത് ചെമ്മീനെന്ന സിനിമ. സ്വർണ്ണ മെഡൽ വാങ്ങിയ സിനിമ, അത് ചെമ്മീനെന്ന സിനിമ. പണ്ട് തകഴി എഴുതിയ സിനിമ, മലയാളത്തിന്റെ തനിമ എന്ന പുതുമയോടെ കാണാം ചെമ്മീനെന്ന സിനിമ. നീലചിത്രം വന്ന നേരം സിനിമ പുതിയൊരു ട്രെൻഡിലായി. ഡ്രൈവിംഗ് സ്കൂൾ കാതറ, എന്റെ ട്യൂഷൻ ടീച്ചറെ, അരെ വാ 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 വാ. നീലചിത്രം കണ്ട് കണ്ട് ചെറുപ്പക്കാരൊരു പരുവമായി. അന്ന് മറിയ ഷേക്കില രേഷ്മയ്ക്കെല്ലാം ഫാൻസ് ഉണ്ടായൊരു കാലമാ. കോട്ടയത്തൊരു സംവിധായകൻ പടം പിടിച്ചപ്പോൾ മ്യൂസിക്കിനായി ജാസി എന്നൊരു പയ്യനെ വിളിച്ചു. പാട്ടായ പാട്ടിൽ പയ്യൻ റാപ്പ് തിരികെ കേട്ടിയപ്പോൾ നാട്ടുകാരും പാട്ടുകാരും മൊത്തമേറ്റ് പാടി. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ. കാറും വിറ്റ് വീടും വിറ്റ് കോടി മുടക്കിട്ട് കഷ്ടപ്പെട്ട് സിനിമ ഇറക്കുമ്പോൾ കാമ്പുള്ളൊരു കഥയില്ലാതെ കാണുന്നൊരു ചെക്കനെ വെച്ച് ക്യാമ്പസിൻ പിറകെ നടന്നാൽ
ദൈവത്താണേ മലയാള സിനിമ തകർന്നു പോയിടും. കോടികൾ മുടക്കിയവർ കരഞ്ഞിടുമ്പോൾ കഷ്ടം വ്യാജന്മാർ തിന്നുകൊടുത്ത് വിലസിടുന്നു. ഷൂട്ടിംഗ് തുടങ്ങിയ സിനിമ വരെ അവർ പിറ്റേന്ന് കള്ള CD ഇറക്കിയിടുന്നു. നാറ്റയും അമ്മയും ചേമറും തുള്ളി നമ്മൊരുമയില്ലാതിരുന്ന കണ്ട പാണ്ടിപ്പടങ്ങളും ഹിന്ദി പടങ്ങളും കാശും പാടിക്കൊണ്ട് പോകും, നമ്മുടെ കാശും പാടിക്കൊണ്ട് പോകും. കണ്ണീരും കയ്യുമായി വന്നൊരു സീരിയലുകാർ തമ്മിൽ വാതുവച്ച് സിനിമ തകർത്തു. കാണുവിൻ സിനിമ കാണുവിൻ, പടം കാണാനായി ജനം കേറി, എന്നാൽ അതിൽ സ്ട്രോങ് ആയി നല്ലൊരു സ്റ്റോറി വേണം. കൂടെ മൂളാൻ തോന്നണ പാട്ടും വേണം, പിന്നെ മൂട്ടയില്ലാത്തൊരു സീറ്റും വേണം. കാണാൻ മൂട്ടയില്ലാത്തൊരു സീറ്റും വേണം, അതാ സിനിമ. ദേ മാവേലി കൊമ്പത്ത് എന്ന് ഞങ്ങളുടെ ചിത്രത്തിന്റെ വൻ വിജയം കണ്ടപ്പോ എങ്കിൽ പിന്നെ ഞങ്ങൾക്കും എന്തുകൊണ്ടൊരു സിനിമ പിടിച്ചുകൂടാ എന്ന് രാഷ്ട്രീയക്കാർക്ക് തോന്നിയാൽ അല്ല നമ്മൾ എങ്ങനെ കുറ്റം പറയും. അവരും വാശിയോടെ ചിത്രങ്ങൾ നിർമ്മിച്ചു. ആ ചിത്രത്തിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ എന്തോ എല്ലാ രാഷ്ട്രീയ ആസ്യതാരങ്ങളും ദേ ആ TV പെട്ടിൽ നിരന്നിരിപ്പുണ്ട്. കുറച്ചു നേരം നമ്മുടെ മഹാബലിയും അതൊന്നും കണ്ടോട്ടെ അല്ലേ. പ്രിയമുള്ളവരെ, തക്കസമയം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തക്കസമയം പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത് പൊളിഞ്ഞു പോയൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളാണ്. ലോകസഭാ പ്രൊഡക്ഷൻസിനു വേണ്ടി ഭരണപക്ഷം അണിയിച്ചൊരുക്കിയ 20 സീറ്റും 200 സ്ഥാനാർത്ഥികളും എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ വൻ പരാജയമായിരുന്നു. സിനിമ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് വരെ ബദ്ധശത്രുക്കളായിരുന്നവർ 2 ദിവസം മുൻപ് മാത്രം കൈകോർത്തു പിടിച്ച് തയ്യാറാക്കിയ ചിത്രം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ തക്ക സമയത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം ഈ ചിത്രത്തിന്റെ സംവിധായകനായ അന്തപ്പൻ സാറിനോടാണ്. ഹലോ സാർ, സാറല്ലേ ഈ ചിത്രത്തിന്റെ സംവിധായകൻ? അതെ, ഒരു 3-3.5 വർഷക്കാലമായി ഞാൻ ഈ സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്തുകൊണ്ടാണ് സാർ ഈ ചിത്രം പരാജയപ്പെടുവാൻ കാരണമായത്? അല്ലേ, അതെ, എനിക്ക് ഈ ചിത്രത്തിന്റെ ഡയറക്ടർ എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ശരിക്കും ഡയറക്ടർ എന്ന് പറയുന്നത് ഡൽഹിയിലുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ വെറും അസിസ്റ്റന്റ് ഡയറക്ടർ മാത്രം. എങ്കിലും സാറായിരുന്നല്ലോ ഈ ചിത്രത്തിന്റെ മുന്നണി പ്രവർത്തകൻ. അതെ, പക്ഷെ ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും വല്ലതും അനുസരിക്കൂ. ഒരു ഡയറക്ടറായി എനിക്ക് ഒരു ലൈറ്റ് ബോയുടെയോ അല്ലെങ്കിൽ വേണ്ട ഒരു പ്രൊഡക്ഷൻ ബോയുടെ പോലും സാധനം ഇവിടെ എനിക്ക് തന്നിട്ടില്ല. അല്പം വിഷമുണ്ട്. മാത്രമല്ല, ഞാൻ എന്തെങ്കിലും ഒരു സീൻ പ്ലാൻ ചെയ്തുകൊണ്ട് വരുമ്പോഴേക്കും ഒരു കാരണവര് മാറിയെന്ന് അപ്പം കട്ട് പറയും. പിന്നെ എങ്ങനെ ശരിയാകും? കാരണവരെന്ന് ഉദ്ദേശിച്ചത് എങ്ങനെയായിരിക്കും അല്ലേ? 3-4 വർഷമായി ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് പേക്കപ്പ് പറയേണ്ട സമയം കഴിഞ്ഞു. സാർ, ഈ ഷൂട്ടിംഗ് ഇടയ്ക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി സാർ കട്ട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കട്ട് പറയും. സീനുകൾ എടുക്കേണ്ട രീതിയിൽ എടുത്തില്ലെങ്കിൽ ഞാൻ കട്ടുപെടാതെ പിന്നെ എന്ത് ചെയ്യും? ജനങ്ങളുടെ ട്രെൻഡ് മനസ്സിലാക്കി വേണം സീനുകൾ ഉണ്ടാക്കാൻ. ഇയാൾക്കത് അറിയില്ല. 3.5 കൊല്ലമായി ഡയറക്ഷൻ നടക്കുന്നു. കഷ്ടം. ഡയറക്ടർ സാർ, ഇദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്ത് വാസ്തവം? വളരെ പൈശാചികമായി വളരെ മൃഗീയമായ ഈ കാരണവരുടെ സമീപനമാണ് ഈ പടം പൊളിയാനുള്ള മെയിൻ കാരണം. അതൊന്ന് വിശദീകരിക്കാമോ സാർ? ആകപ്പാട് 20 കഥാപാത്രങ്ങൾ മാത്രമാണ് ഈ സിനിമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നത്. എന്ന് അഭിനയിക്കാനാ 200 പേരും. അതിൽ മുഖ്യ കഥാപാത്രങ്ങളുടെ വേഷം ഈ കാരണവരുടെ മക്കൾക്ക് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ സമ്മതിക്കുകയും ചെയ്തു. ഈ പടത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കാതെ പോയ ഒരു പ്രമുഖ നടൻ മിസ്റ്റർ സന്നിത്താൻ സാർ ഇവിടെ ഇരിപ്പുണ്ട്. എന്താണ് സാറിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? 10-35 വർഷമായി ഈ സിനിമാ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനാണ് നായകൻ എന്ന് പറഞ്ഞ് ഇവരെന്നെ കൊതിപ്പിച്ചു. എന്റെ വീടിന്റെ ആധാരം പണയപ്പെടുത്തി 10 ലക്ഷം രൂപ വായ്പ എടുത്ത് കൊല്ലത്ത് ഞാൻ ഈ ചിത്രത്തിന്റെ പബ്ലിസിറ്റിയും നടത്തി. ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം എന്റെ സ്വന്തം ചെലവിൽ മേക്കപ്പ് ചെയ്ത് സെറ്റിൽ വന്നപ്പോഴാണ് എനിക്ക് അഭിനയിക്കാൻ വേഷമില്ലെന്ന് പറയുന്നത്. എവിടെ പോയി എന്റെ വേഷം? ഇതിനിടയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്ന താങ്കൾക്ക് നേരെ ആരോ അക്രമം അഴിച്ചുവിട്ടു എന്ന് പറയുന്നത് ശരിയാണോ? വേഷമില്ലാത്തത് കൊണ്ട് ഷൂട്ടിംഗ് കാണാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഫൈറ്റേഴ്സിനെ കൊണ്ട് ഇടിപ്പിച്ച് എന്റെ ഉടുമുണ്ട് അഴിപ്പിച്ചല്ലേ വീട്ടിലേക്ക് വിട്ടത്. എല്ലാം ഗൂണ്ടകളായിരുന്നില്ലേ? ഗൂണ്ടകൾ. ഈ കാർന്നോരുടെയും മകന്റെയും ഗൂണ്ടകൾ. എനിക്ക് എഴുതി വെച്ച കഥാപാത്രം മറ്റാർക്കോ മറിച്ചു കൊടുത്തു. അതാരാണ്? ചുരുണ്ട മുടിയുള്ള വെളുത്ത ഒരു യുവനടൻ. അയാളെ നായകനാക്കാൻ ശ്രമിച്ചതാണ് ഈ ചിത്രത്തിന്റെ പരാജയം. മിസ്റ്റർ ചുരുളൻ, ഇദ്ദേഹം ഇപ്പോൾ താങ്കളെ കുറിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ പറയുന്നതിൽ യാതൊരു വാസ്തവില്ല. പടം പൊളിഞ്ഞതിനും നടന്മാരെ കാസ്റ്റ് ചെയ്തതിനും തിയേറ്ററിൽ പടം ഓടാതിരുന്നതിനും എന്നെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എല്ലാ കുറ്റവും ഏൽക്കാൻ ഞാനെന്താ മുഖ്യമന്ത്രിയാ? നിങ്ങൾക്കറിയോ, എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം നല്ലൊരു വേഷം ഉപേക്ഷിച്ചിട്ടാ
ഈ തല്ലിപ്പൊളി വേഷം ചെയ്യാൻ ഞാൻ വന്നത്. ഇപ്പൊ കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ല. ഈ ചിത്രത്തിലെ പുതുമുഖ നായികയായ പപ്പിക്കുട്ടി എന്താണ് മിണ്ടാതിരിക്കുന്നത്? അല്ല, എൻ്റെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാല് ഈ സിനിമയിൽ എൻ്റെ ആക്ടിങ്ങിന് ഇത്തിരി ഓവറായെന്നൊരു അഭിപ്രായം പൊതുവെ ഉണ്ടായിരുന്നു. പിന്നെ ഡയലോഗ് പ്രസന്റേഷന് നല്ല അഭിപ്രായമായിരുന്നു. പക്ഷെ പടം പൊട്ടി പാളീസായി പോയല്ലോ. ഇതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, അതിപ്പോ ഈ മുകുന്ദപുരത്തും വടക്കാഞ്ചേരിയിലും മാത്രമല്ലല്ലോ ഈ പടം പൊളിഞ്ഞത്. കേരളത്തിൽ 20 സ്ഥലത്ത് മൂക്കുത്തിയില്ലേ? അല്ല, പ്രധാനമായിട്ടും മുകുന്ദപുരത്തെ തിയേറ്ററിലാണ് ഈ പടം പൊളിഞ്ഞതെന്ന് പറയുന്നത് ശരിയാണോ? അല്ല, അതിനൊരു കാരണമുണ്ട്. എൻ്റെ പടം കളിക്കുന്നതിൻ്റെ എതിർവശത്തുള്ള തിയേറ്ററിലെ വയനാട് നമ്പാൻ എന്നൊരു കോമഡി സിനിമ കൊണ്ടുവന്നിട്ടു. ആ സിനിമ കാണാനാണെങ്കിലോ ഞങ്ങളുടെ ഫാൻസ് അടക്കം ഒരു 1.25 ലക്ഷത്തോളം ആളുകൾ കൂടുതൽ കയറുകയും ചെയ്തു. അങ്ങനെയാണ് ആ പടം പൊളിഞ്ഞത്. അല്ലാതെ ഞങ്ങളുടെ പ്ലാനിങ്ങിൻ്റെ കുഴപ്പമില്ല. ഇത്രയധികം പണം മുടക്കി നിർമ്മിച്ചിട്ടും നിർഭാഗ്യവശാൽ ഈ ചിത്രം പരാജയപ്പെട്ടു. എന്നാൽ വളരെ പണം കുറച്ച് ചെലവാക്കി പ്രതിപക്ഷം ഫിലിംസ് പുറത്തിറക്കിയ കിട്ടിപ്പോയി സൂപ്പർ ലോട്ടോ എന്ന ലോ ബഡ്ജറ്റ് ചിത്രം വൻ വിജയമായിരുന്നു. ആ ചിത്രത്തിന്റെ സംവിധായകൻ ഇവിടെയുണ്ട്. എന്താണ് സാർ ഈ വിജയ രഹസ്യം? ചിലവുകളെല്ലാം വെട്ടി നിരത്തി ചുരുക്കിയാണ് ഈ ചിത്രം ഞാൻ സംവിധാനം ചെയ്തത്. അഭിനയിക്കുന്ന ഒരു മണിയറ പ്രവർത്തകരും തമ്മിൽ ചില്ലറ മുറുമുറുപ്പുണ്ടായിരുന്നെങ്കിലും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങളത് കാണിച്ചില്ല. അതാണ് ഈ ചിത്രത്തിന്റെ വിജയരഹസ്യം. അതുതന്നെയുമല്ല, ജനസമ്മതിയുള്ള ഒരൊറ്റ അഭിനയ നേതാവും ഇവരുടെ കൂടെ ഇല്ലായിരുന്നു. ദേ, അച്ചുമാമൻ പറഞ്ഞത് ഞാനും അംഗീകരിക്കുന്നു. കണ്ണി കണ്ടോരെ വിളിച്ച് അഭിനയിപ്പിച്ചതാണ് പറ്റിയത്. ജനസമ്മതിയുള്ള നടന്മാരെ വെച്ച് അഭിനയിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഈ കാർന്നോരാണ് അതിലിടങ്കോലിട്ടത്. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. എൻ്റെ ഫോർമുലകൾ ഒരിക്കലും തെറ്റാറില്ല. എൻ്റെ കണക്കൂട്ടലുകൾ അന്നും ഇന്നും എന്നും ശരിയാണ്. അച്ഛൻ അങ്ങനെ പറയരുത്. അച്ഛനും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതെ, ശരിയാണ്. നിങ്ങൾ 2 മക്കളെയും ഹരിച്ചു ഗുണിച്ച് ഞാനടക്കം 3 അക്ക സംഖ്യയാക്കാൻ ഞാൻ നോക്കി. ആ കണക്കാണ് എനിക്ക് തെറ്റിയത്. ശരിയല്ലടാ മോനെ? അച്ഛൻ എന്നെ അഭിനയിപ്പിച്ചതല്ല, ഇവളെ അഭിനയിപ്പിച്ചതാണ് അച്ഛന് പറ്റിയ തെറ്റ്. അതുകൊണ്ട് തന്നെയാ ജനങ്ങൾ ഇതിനെ ഒരു മക്കൾ സിനിമയായി കണ്ടത്. ഓഹോ, ഒന്നും കിട്ടാതായപ്പോ അച്ഛനെ തള്ളി പറയാനല്ലേ? ഈ പടം പൊളിച്ചത് ഈ കാർന്നോർ ഒറ്റൊരുത്തരാണ്. അതെ, ഈ പരാജയത്തിൽ എൻ്റെ അച്ഛനും ഒരു വലിയ പങ്കുണ്ട്. ചേട്ടൻ പറയുന്നതിൽ ഒരല്പം സത്യമുണ്ട്. ഓഹോ, അപ്പൊ എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തിയാണല്ലേ? അച്ചുമാമ, നമുക്ക് സംയുക്തമായി ഒരു പടം പിടിച്ചാലോ? സ്വന്തം മോളെ അഭിനയിച്ചിട്ട് അച്ഛന് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ ഇപ്പൊ സംയുക്ത അഭിനയിച്ചിട്ട് ഇഷ്ടപ്പെടാൻ പോണത് ആ ബിജുമേനോൻ കേക്കണ്ട. എന്റെ ഗുരുവായൂരപ്പ, എന്റെ മോൾക്ക് ഇത്രയും വിവരം കുറവാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ജനങ്ങളത് നേരത്തെ മനസ്സിലാക്കി. ഭാഗ്യം. ഇനി ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനും ഇവൾക്കും എനിക്കും ഇനി ഒരു നല്ല സിനിമയിൽ ആരും ഒരു റോളും തരില്ല. മോനെ, നമുക്കാരും റോള് തരില്ല എന്ന് കരുതി നീ വിഷമിക്കണ്ട. ഞാനൊരു ആൽബം ഇറക്കും. എന്താൽപ്പം? ഈ ടി-വിയിൽ കാണുന്ന പാട്ടും കൂത്താണോ? പാട്ടും കൂത്തൊന്നുമല്ല, ഒരു രാഷ്ട്രീയ പരാജയ ആൽബം. ആ ഗാനം ഇപ്പോഴത്തെ KCPC പ്രസിഡന്റ് ശ്രീമാൻ തെന്നല രാമകൃഷ്ണപിള്ളയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്റെ പൊന്നു മോഞ്ഞിരുന്ന സീറ്റിൽ വന്ന് ഞെളിഞ്ഞിരിക്കണ തെന്നലേ തെന്നലേ. എന്റെ പൊന്നു മോഞ്ഞിരുന്ന സീറ്റിൽ വന്ന് ഞെളിഞ്ഞിരിക്കണ തെന്നലേ തെന്നലേ. നല്ല നല്ല നാളുകളിൽ ഞാനും എത്ര ചത്തിയതാ തെന്നലേ തെന്നലേ. നല്ല നല്ല നാളുകളിൽ ഞാനും എത്ര ചത്തിയതാ തെന്നലേ തെന്നലേ. വിലയുള്ള നേരത്ത് വെളിവില്ല വാക്കു ചൊല്ലി വിലയെല്ലാം പോയെന്റെ തെന്നലെ. വിലയുള്ള നേരത്ത് വെളിവില്ല വാക്കു ചൊല്ലി വിലയെല്ലാം പോയെന്റെ തെന്നലെ. അണികൾക്കും പിരിവെട്ടി ജനങ്ങൾക്കോ കുരുപൊട്ടി അവസാനം പണി കിട്ടി മക്കളെ എന്റെ മക്കളെ. അണികൾക്കും പിരിവെട്ടി ജനങ്ങൾക്കോ കുരുപൊട്ടി അവസാനം പണി കിട്ടി മക്കളെ പൊന്നു മക്കളെ. ഉണ്ണിത്താൻ പടവെട്ടി നടുറോട്ടിൽ ഇടികിട്ടി തനിക്കിട്ടും പണി കിട്ടും തെന്നലെ.
വിളയാടി വില പോയ നിലമാണ് നിലനിൽപ്പിന് അവിടില്ല തെന്നല്. ചിലർ വന്നൻ കാലു മൊത്തി അവരെ ഞാൻ കൂടെ കൂട്ടി അവരൻ പുതികാലു വെട്ടി തെന്നലേ തെന്നലേ. ചിലർ വന്നൻ കാലു മൊത്തി അവരെ ഞാൻ കൂടെ കൂട്ടി അവരൻ പുതികാലു വെട്ടി തെന്നലേ തെന്നലേ. എന്റെ പൊന്നു മോനിരുന്ന സീറ്റിൽ വന്ന് ഞെളിഞ്ഞിരിക്കണ തെന്നലേ തെന്നലേ. എന്റെ പൊന്നു മോനിരുന്ന സീറ്റിൽ വന്ന് ഞെളിഞ്ഞിരിക്കണ തെന്നലേ തെന്നലേ. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലിയ വലിയ പാര വരും തെന്നലേ തെന്നലേ. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലിയ പാര ഞാൻ പണിയും തെന്നലേ 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 തെന്നി വീടല്ലേ. ആരടാ പോയി കുറു ആരാന്ന് ഒന്ന് വരാൻ കൊടുക്കണ പണ്ടാരമേ. ഇവിടെ കമ്മത്തെ തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്റെ പേര് കുരു എന്നൊന്നും അല്ല, പിന്നെ എന്റെ പേര് കുരുവിളാന്നാണ്. കുറുവിളെ തന്നെ നമ്മൾ സ്നേഹം കൊണ്ടാണ് കുറു എന്ന് വിളിക്കാൻ കൊടുത്തത്. അത് പോട്ടെ, എന്താണോ തന്റെ തലയിൽ ഈ ബാലചന്ദ്രമേനോൻ പോലെ ഒരു ചുറ്റിക്കെട്ട്? അതെ, എന്നെ ഇനി മേലെ ഉപദ്രവിക്കില്ലാന്ന് പറഞ്ഞ് എന്റെ ഭാര്യ എന്റെ തലക്കടിച്ച് സത്യം ചെയ്തവിടെ പോയി. എന്നിട്ട് പക്ഷെ ഒലയ്ക്ക് കടിക്കാൻ സത്യം ചെയ്തത് തിരുമൽ ദേവാ. അതേടാവേ, തിരുമാൻ തന്നെയാ പോന്നെ. അതല്ല പണ്ടാരമേ, താനും തന്റെ ഭാര്യയും തമ്മിൽ എന്നും കസ്പിഷയാണല്ലേ. എടോ, നിങ്ങൾക്ക് ആ ഫാദർ കച്ചറയെ ഒന്ന് പോയി കാണാമായിരുന്നല്ലേ ശുംഭനൊക്കെ? അച്ഛന്റെ കാര്യം ഇവിടെ മിണ്ടി പോരെ. അതെന്താണ്? എന്റെ ഡാവേ, കല്യാണത്തിന് എന്നുണ്ടല്ലോ അങ്ങേരെ ഒരു ഒടുക്കത്തെ ഉപദേശം തന്ന ഇതിനൊക്കെ കാരണം. എന്താണത്? നീ ഉണ്ടില്ലെങ്കിലും ഇവളെ ഊട്ടിക്കണം എന്ന് അച്ഛൻ പറഞ്ഞപ്പോ എന്റെ ഭാര്യ കേട്ട എന്നാന്നറിയാവോ? എന്താണ്? ഊട്ടി കൊണ്ടുപോകണമെന്നാ. അന്നു മുതൽ തുടങ്ങിയ ഇടിയാണാവേ അവളെ ഈ ഊട്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. ചക്കതിനാലെ ചുക്ക എന്ന് വെച്ചാ എന്നാടാവേ? ചക്കിന് വെക്കാൻ കുറച്ച് കൊക്കിനെ കൊണ്ടെന്ന് ആണോ? അല്ലാണ്ട് പിന്നെ എടക്കുറു, നമ്മൾ പറഞ്ഞ് നാക്കെടുത്ത് വായിലിടാൻ കൊടുത്തില്ല. അതിനു മുമ്പ് നമ്മുടെ ഫാദർ കച്ചറ വരാൻ കൊടുക്കണ്ടേ? ഫാദർ കാച്ചിറയല്ല, ഫാദർ കാച്ചിറ, തോമസ് കാച്ചിറ വീട്ടുപേരാണോ? കർത്താവേ, എന്റെ മൊബൈലിൽ നിന്നാണല്ലോ മണിനാഥം. ഹലോ മറിയാമോ, പറയൂ, ഒന്ന് ഹോൾഡ് ചെയ്യൂ. കപ്യാരെ, ഇവിടെ അടുത്തെങ്ങാനും STD ബൂത്തുണ്ടോ? എന്തിനാടാച്ചോ? മറിയാമ്മക്ക് അത്യാവശ്യമായിട്ട് ഫോണിലൂടെ ഒന്ന് കുമ്പസാരിക്കണമെന്ന്, ഒരു കുമ്പസാരക്കൂടിന്റെ ഫീലിങ്സ് കിട്ടാനാണ്. അപ്പോൾ ഫാദർ, ഈ കുമ്പസാരമെല്ലാം ഇപ്പോൾ മൊബൈൽ ഫോണിലൂടെയാണോ? കുമ്പസാരം മാത്രമല്ല, കുർബാന വരെ ഇപ്പോൾ മൊബൈലിലല്ലേ. ഇപ്പോൾ എല്ലാവർക്കും തിരക്കല്ലേ, അതുകൊണ്ട് ഞങ്ങളൊരു മൊബൈൽ പള്ളി വരെ പ്ലാൻ ചെയ്യുന്നുണ്ടോ. എന്റെ മൊബൈൽ അംബാനി ദേവാ. അച്ഛോ, എന്തോ? അച്ഛനെ ഞാൻ ഒരു കാര്യം തരാൻ മറന്നുപോയി. ഈശോ വിചാരിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത്രയും വൈകിയ സ്ഥിതിക്ക് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അച്ഛോ, എന്താ അച്ഛനൊരു ഉന്മേഷവും ഉഷാറൊന്നും ഇല്ലാതെ? എങ്ങനെ ഉഷാറുണ്ടാകും? ഇപ്പോൾ എന്നെ ആർക്കും വേണ്ടല്ലോ, എല്ലാവർക്കും ആ TV-യിലെ കത്തനാരെ മതിയല്ലോ. അയ്യോ അച്ഛോ, അങ്ങേരോട് ദേഷ്യം തോന്നണ്ട കേട്ടോ. അങ്ങേര് മഹാമാന്ത്രികനാ. മുതുകാടിനെ സാമ്രാജ്യം വെച്ച് നോക്കിയാൽ ഇയാൾ എന്തോന്നും മാന്ത്രികൻ. അയാളുടെ കയ്യിൽ വടിയുമുണ്ട്, തോടിയുമുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും പേടിയുണ്ട്. എന്റെ കയ്യിൽ വടിയുമില്ല, തോടിയുമില്ല, അതുകൊണ്ട് ആർക്കും പേടിയുമില്ല. എന്റെ അച്ഛോ, ഈ കത്തനാരുണ്ടല്ലോ കയ്യിലിരിക്കുന്ന വടി പാമ്പാക്കുന്നേ. അയാൾ വടിയല്ലേ പാമ്പാക്കുന്നത്? താനൊരു ഫുള്ള് മൈമേടയിലേക്ക് വന്നാൽ ഞാൻ ഈ കപ്പിയാരെ പാമ്പാക്കി കാണിച്ചു തരാം. ഒരു ദിവസം ഈ കത്തനാര് എത്ര ബാധകളെ ഒഴിപ്പിക്കുന്ന അച്ഛൻ അറിയാമോ? ഞാനും ഒത്തിരി ബാധകളെ ഒഴിപ്പിക്കുന്നുണ്ട്. പിന്നെ ബാധകളെ ഒഴിപ്പിക്കണ ഒരു അച്ഛൻ, എന്നിട്ടാണ് പള്ളിയുടെ ലൈംഗികത്തിൽ താമസിക്കുന്ന ലീലാമിനെ ഒഴിപ്പിക്കാൻ പറ്റാത്തത്. അവൾ സാധാരണ ബാധയല്ല, ഒഴിയാ ബാധയാണ്. അവളെ ഏത് കത്തനാര് വന്നാലും ഒഴിപ്പിക്കാൻ സാധിക്കില്ല. അവൾ പള്ളിയുടെ പകുതിയും കൊണ്ടേ പോകൂ. അതൊക്കെ പോട്ടെ, അച്ഛനിപ്പോ എങ്ങോട്ടായി പോണേ? ഞാനും ഒരു പ്രേത സീരിയൽ നായകനാകാൻ തീരുമാനിച്ചു. അച്ഛൻ അഭിനയിക്കാൻ പോകണം? അതെ, അക്കത്തനാരുടെ സീരിയലിന്റെ ടൈമിൽ തന്നെ വേറെ ചാനലുകാർ എന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. കൂടെ അഭിനയിക്കുവാനുള്ള യക്ഷികളെ ബുക്ക് ചെയ്യാൻ പനച്ചിപ്പാറ വരെ ഒന്ന് പോവുകയാണ്. വന്നിട്ട് കാണാം. അച്ഛോ അറിഞ്ഞില്ലേ? എന്തോന്ന്? ആ TV-യിൽ കത്തനാരായിട്ട് അഭിനയിക്കുന്ന ആള് ആശുപത്രിയിലാ. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ ഇത്ര വേഗം കേട്ടോ? എന്ത് പറ്റി പത്രോസേ? ഒന്നും പറയണ്ട, ഇന്നലെ രാത്രി ഷൂട്ടിങ്ങിനിടയിലായിരുന്നു സംഭവം. കത്തനാര് പനച്ചിപ്പാറയിലെ 7 യക്ഷികളെ ഒരുമിച്ച് തളച്ച് മാന്ത്രികൻ മഹാമാന്ത്രികൻ എന്നും പറഞ്ഞ് തിരിച്ചു നടക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റിലില്ലാത്തൊരു പൂച്ച ഒരു ചാട്ടം. പുള്ളി പേടിച്ച് ബോധം കെട്ടുപോയി. ഇപ്പൊ ആശുപത്രിയിലാ. അത് ശരി. അച്ചോ, ഇത് നല്ല തക്കമാണ്. ഇപ്പോൾ ഇടിച്ചു കയറിയ നമ്മൾ രക്ഷപ്പെട്ട്. എന്നാൽ സമയം കളയണ്ട, നമുക്ക് വേഗം കാട്ടിലേക്ക് പോകാം. അച്ചോ, കൊടും കാടാണ്.
പ്രേതങ്ങളുടെ വിഹാര കേന്ദ്രമാണ്. കപ്യാർക്ക് പേടിയുണ്ടോ? ഉണ്ടച്ചോ. എനിക്ക് തീരെയില്ല. പേടിയോ? ധൈര്യം. അച്ചോ, ഞാനൊരു ഐഡിയ പറയാം. ഇവിടെ അടുത്തൊരു കോളേജ് ഉണ്ട്. അവിടെ ചെന്ന് ഏതെങ്കിലും പെൺകുട്ടിയെ പിടിച്ച് യക്ഷിയായിട്ട് അഭിനയിപ്പിച്ചാ പോരെ? കപ്യാരെ, അത് നല്ല ഐഡിയ ആണല്ലോ. ഇപ്പോഴത്തെ ചില കോളേജ് പെൺപിള്ളാരുടെ വേഷവിധാനങ്ങൾ കണ്ടാൽ യക്ഷികൾ വരെ പേടിച്ചു പോകും. ഇനി ഒട്ടും ചിന്തിക്കണ്ട, നമുക്ക് കോളേജിലേക്ക് പോകാം. കപ്യാരെ, ഇത് കോളേജോ അതോ കാളച്ചന്തയോ? അച്ചോ, നമ്മളിപ്പോ അങ്ങോട്ട് പോവണ്ട. അവിടെ കോളേജ് ഡേ നടക്കാണ്. പിള്ളേര് പാട്ടും കൂത്തൊക്കെ തുടങ്ങി. ചുമ്മാ ജിമ്മ് കാണിക്കാതെ, ജിമ്മ് കാണിക്കാന്ന് ശ്വാസം പിടിക്കാതെ, മസിൽ കാട്ടാൻ ഷർട്ടൂരി തറയാകാതെ, സൽമാൻ ഖാൻ സ്റ്റൈൽ കാട്ടാതെ, പെണ്ണെ 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 ചുമ്മാ ഭൂമി കുലുക്കി നടക്കാതെ, പെണ്ണെ എടി പെണ്ണെ കണ്ണിൽ കണ്ടവനെ നീ വളക്കാതെ, ആണുങ്ങളെ കണ്ണു തള്ളിക്കണ വേഷം കെട്ടി നടക്കാതെ, വീട്ടിലുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ചീത്ത പേരുണ്ടാക്കി വെക്കാതെ, സോമാ നീ കഞ്ചനടിക്കാതെ, നീ കഞ്ചനടിച്ചിട്ട് ചുമ്മാ ചിരിക്കാതെ, എട സോമാ നീ ഒന്ന് കുളിച്ചാട്ട്, മുങ്ങി കുളിച്ചിട്ട് സ്മെല്ല് കുറച്ചാട്ട്. പല ക്ലാസ്സിലും ഒരു നേരം ഒറ്റ സ്റ്റുഡൻസ് ഇല്ലാതെ ഉറങ്ങുന്നു പല ലക്ഷമാർ പണിയില്ലാതെ, അടച്ചിട്ട ലാബിലും മരത്തിന്റെ മറവിലും ഇരുട്ടുള്ള കോണിലും ക്യാൻറ്റീന്റെ പിറകിലും പല ലൗസീനും കാണാം, ചില തോന്നിയാസം കാണാം. തന്തേം തള്ളേം ഫീസ് കൊടുത്തത് കിസ് കോഴ്സിനാണോ? ചുമ്മാ സൊല്ലി നടക്കാതെ, നിങ്ങൾ തൊട്ടതിനൊക്കെയും സ്ട്രൈക്ക് നടത്താതെ, ചുമ്മാ തമ്മിലടിക്കാതെ, വെട്ടിയും കുത്തിയും ഭാവി തുലക്കാതെ. പറക്കുന്ന ചില കാമുകന്മാരെ, വയർ നോക്കി കരയുന്ന പല കാമുകിമാരെ, അടുക്കുമ്പോ പറയുന്നു ലവരനി ലിവറടി, അകലുമ്പോ പറയുന്നു ചവരനി ചാകടി. നാട് ചുറ്റാലെന്താണേ, ഒന്ന് പെറ്റാലെന്താണേ, സ്വന്തം അപ്പന്റെ കയ്യിൽ കാശുണ്ട പെണ്ണിന് 100 പേരെ കെട്ടും. ചുമ്മാ ചുമ്മാ സൊല്ലി നടക്കാതെ, പെണ്ണെ വണ്ടി കുതിരപ്പോൾ തുള്ളി നടക്കാതെ, ചുമ്മാ ബീച്ചിൽ തെണ്ടി നടക്കാതെ, സിറ്റിയിൽ പെണ്ണുങ്ങ ചുറ്റി അടിക്കാതെ, പെണ്ണെ 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 ചുമ്മാ ഭൂമി കുലുക്കി നടക്കാതെ, പെണ്ണെ എടി പെണ്ണെ കണ്ണിൽ കണ്ടവനെ നീ വളക്കാതെ, ആണുങ്ങളുടെ കണ്ണ് തള്ളിക്കണ വേഷം കെട്ടി നടക്കാതെ, വീട്ടിലുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ചീത്ത പേരുണ്ടാക്കി വെക്കാതെ, ചുമ്മാ ജിമ്മ് കാണിക്കാതെ, അയ്യ ജിമ്മ് കാണിക്കാൻ ശ്വാസം പിടിക്കാതെ, പെണ്ണെ ചുമ്മാ തെണ്ടി നടക്കാതെ, സ്വന്തം തന്തയുടെ തള്ളിടെ പള്ളം കടിക്കാതെ. ചലച്ചിത്ര താരം സലിം കുമാർ അവതരിപ്പിക്കുന്ന കൊച്ചിൻ ആരതി തിയേറ്റേഴ്സിന്റെ പ്രഥമ നാടകം അമ്മത്തറവാട്. ബുക്കിംഗിന് 0484244931. സിനിമ TV താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് കൊച്ചിൻ യൂണിവേഴ്സൽ ഒരുക്കുന്നു ഗാനമേള, മിമിക്സ് പരേഡ്, സിനിമാറ്റിക് ഡാൻസ്,
എന്നിവ കോർത്തിണക്കിക്കൊണ്ടുള്ള സൂപ്പർ സ്റ്റേജ് മെഗാ ഷോ. ബുക്കിംഗിന് 9470007999 ആൻഡ് 9846191999. മാവേലി തമ്പുരാൻ എങ്ങടെ ഈ പോകുന്നത്? അയ്യോ, അവിടെ ഓണച്ചന്തയാണല്ലോ. തമ്പുരാ, മാവേലി തമ്പുരാ, അങ്ങോട്ട് പോകണ്ട, അവിടെ ഭയങ്കര തിരക്കാണ്. പറഞ്ഞിട്ട് കേൾക്കണില്ലേ? എന്നാ പിന്നെ പോയിട്ട് വരട്ടെ. എനിക്കും തിക്കിലും തിരക്കിലും പോയി ചവിട്ടുകൊള്ളാൻ ഞാനൊന്നുമില്ല. ഓണായിട്ട് ആളുകളൊക്കെ നല്ല മത്സരത്തിലാണല്ലോ. ഓണച്ചന്തയിൽ എന്താ തിരക്ക്? ഞാനൊന്ന് കേറി നോക്കട്ടെ. ചേട്ടാ, ഈ ജീൻസിന് കിലോക്ക് എത്ര വില? ജീൻസാ? അല്ലല്ലേ, ബീൻസിന് കിലോക്ക് എത്ര വില? 20 രൂപ. ആദായ വില, ആദായ വില, ആദായ വില. നിർത്തോ. എല്ലാ കടയിലും ബീൻസിന് 20 രൂപയാണല്ലോ, പിന്നെ താൻ മാത്രം എന്താ ആദായ വില എന്ന് പറഞ്ഞ് വിളിച്ചു പോണേ? ഇത് ആദായ വിലയല്ല, പിന്നെ ആദായ വില. അതാത് സാധനങ്ങൾക്ക് അതിന്റേതായ വില. ആദായ വില, ആദായ വില. അത് കൊള്ളാം, എനിക്കിഷ്ടായി. 2 രൂപ മാത്രം, 2 രൂപ മാത്രം, വെറും 2 രൂപ മാത്രം. അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ കടന്നു വരൂ. വെറും 2 രൂപ മാത്രം. അതെ, 2 രൂപയ്ക്ക് താൻ എന്ത് സാധനം വിൽക്കണേ? ഒന്നും വിൽക്കുന്നില്ല. പിന്നെന്തിനാ 2 രൂപ? പിച്ച ചോദിച്ചതാണ്. അയ്യേ, വൻ പിച്ച ആദായെടുപ്പ്. ആശിരി അവിടെ നിങ്ങൾ അന്വേഷിച്ച് കിട്ടാനില്ലല്ലോ. നിങ്ങൾ ഈ ചന്തയിൽ ഉണ്ടാവും അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ ആ ഫ്രണ്ട് ഡോർ പണിയാൻ തന്നത്. ഞാൻ ആറ്റുനോറ്റുണ്ടാക്കിയൊരു വീടല്ലേ, 10,40,000 രൂപ മുടക്കിട്ടല്ലേ ഞാൻ ഡോർ ഞാൻ പണിത്. നിങ്ങൾ പോകുന്നതിന്റെ പിറ്റേ ദിവസം ആ ഡോർ ഊരിപ്പോന്നു. നീ എന്തൊട്ട് എന്നെ അങ്ങോട്ട് നീ കൊച്ചാക്കല്ലേ? ഈ പഞ്ചായത്തിലെ വീടിന്റെ ഡോറ് മുഴുവൻ പണിത് ഞാനാ. അത് പറഞ്ഞിട്ട് എന്റെ ഡോർ ഊരിപ്പോന്നില്ലേ? അത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലെന്ന് വന്ന് നോക്ക് നിങ്ങൾ. എന്നാ ഉറപ്പാണ്. അപ്പൊ വാതില് പൊളിഞ്ഞു വീണു. എന്നാ പിന്നെ നിങ്ങളുടെ ആരെങ്കിലും ആ വാതില് അടക്കേ തുറക്കേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, അല്ലാണ്ട് വീഴാൻ വഴിയില്ല. ജെട്ടികൾ, മീശമതവൻ ജെട്ടികൾ, ബാലേട്ടൻ ജെട്ടികൾ, പുലിവാൽ ജെട്ടികൾ, ആർക്കും വാങ്ങാം, എപ്പോഴും വാങ്ങാം. ജെട്ടികൾ. നിർത്ത്. ഇതെന്താ സിനിമാ പേരിൽ ജെട്ടികള്? ഇപ്പൊ ഇറങ്ങുന്ന പല സാധനങ്ങളും സിനിമാ പേരിലാണ് വിൽക്കുന്നത്. ഇതാ വെട്ടം ജെട്ടികൾ. ഇത് വെട്ടം ജെട്ടിയാന്ന് പറഞ്ഞിട്ട് ഇത് നിറയെ ഓട്ടയാണല്ലോ. അത് വെട്ടം കയറാനുള്ള ഓട്ടകളാണ്. വേറെ ഉണ്ടോ ജെട്ടികൾ? പലതരത്തിലുള്ള ജെട്ടികളുണ്ട്. ഇതാ റൺവേ ജെട്ടികൾ. ഇത് എവിടെ നിന്ന് ഇറക്കുമതി ചെയ്തതാ? ഇത് ഇറക്കുമതി ചെയ്തതല്ല, റൺവേയിൽ നിന്നും പെറുക്കുമതി ചെയ്തതാണ്. പെറുക്കുമതിയോ? അതെന്തത്? അതെ, റൺവേയിൽ നിന്നും പെറുക്കി എടുത്തതാണ്. ഇത് ഫോർ ദ പീപ്പിൾ ജെട്ടികൾ. ഇതിന്റെ പ്രത്യേകത എന്താ? ഒരെണ്ണം മേടിച്ച് ഒറ്റ പ്രാവശ്യം ഇട്ടാൽ പിന്നെ അതിൽ 4 പേർക്ക് ഒരുമിച്ച് കയറാം. അതാണ് ഫോർ ദ പീപ്പിൾ ജെട്ടികൾ. ഇതാണ് വിസ്മയ തുമ്പത്ത് ജെട്ടികൾ. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ടോ എന്ന് വിസ്മയിച്ചു പോകും. വിസ്മയ തുമ്പത്ത് ജെട്ടികൾ. ഞങ്ങൾ പുതുതായി പരിചയപ്പെടുത്തുന്ന ജെട്ടികൾ, അപരിചിതൻ ജെട്ടികൾ. അപരിചിതൻ ജെട്ടികളോ? എന്താ ഇതിന്റെ പ്രത്യേകത? പണ്ടിതാരൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് ഇന്ന് ആർക്കും അറിയില്ല. എവിടെ നിന്നോ വരുന്നു, ആരൊക്കെയോ കൊണ്ടുപോകുന്നു. അതാണ് അപരിചിതൻ ജെട്ടികൾ. പോലീസ് പിടിക്കില്ല, ലൈസൻസ് വേണ്ട, 18 കഴിഞ്ഞാൽ ആർക്കും വെടിവെക്കാം. എന്റെ ഈശ്വര, മാർക്കറ്റിലിട്ട് പരസ്യമായിട്ടാണോ തോക്ക് വിൽപ്പന? ഒരു വീട്ടിൽ ഒരു തോക്ക് പോലും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തിരുമേനി. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ശല്യം അത്രയ്ക്കുണ്ട്. തോക്ക്. എന്റെ ഈശ്വര, ദേ തോക്കില്ലാത്ത സങ്കടം പറഞ്ഞ കുറെ ആൾക്കാർ ഗ്രൂപ്പായിട്ട് വരുന്നു. ആരുടെ മുമ്പിലും തോക്കില്ല. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. അയ്യേ, എന്നെ പറ്റിച്ചു. അത് ജാഥയായിരുന്നു, ജാഥ. ഓണച്ചാകര വന്നേ. ചാണകൾ, ഓണച്ചാളകൾ. ഓണച്ചാളകളോ? അതെ, ലണ്ടനിൽ നിന്നും ഇറക്കുമതി ചെയ്ത ചാളകൾ. എന്തിനാ നോണ പറയണേ? ഇത് ഇവിടുത്തെ ചാളകളല്ലേ? ഇവിടുത്തെ ചാളകൾ കത്തിച്ചാളകളും പാണ്ടിച്ചാളകളുമാണ്. ഇത് ലണ്ടനിൽ നിന്നും ഓണത്തിന് വേണ്ടി സ്പെഷ്യലായി ഇറക്കിയ ചാളകളാണ്. അതിന് ലണ്ടനിൽ ചാളയുണ്ട്? ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ചാളയ്ക്ക് മത്തി എന്ന് പറയുന്നത് പോലെ ലണ്ടനിൽ ചാളയ്ക്ക് ചാൾസ് എന്നാണ് പറയാറ്. ചാള വിറ്റ് രാജകുമാരനായി തീർന്ന ഒരാൾ ഇപ്പോഴും ലണ്ടനിലുണ്ട്. അതാരാ? ചാൾസ് രാജകുമാരൻ. ചാളേ. ഐസിടാത്ത ചാള, നല്ല പെടക്കണ ചാള, പോക്കാൻ ചാളേ.
കൈയിട്ട് കൈയിട്ടിട്ട് വാരാതെ അന്ത പണ്ടമേ വിറ്റാമിൻ ഇറുവുള്ള നെയ്യുള്ള ചാളേ കോക്കാൻ ചാളേ ഹൈ 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 കോക്കാൻ ചാളേ എന്ന് പറഞ്ഞൊരു പെണ്ണിനെ ലൈനടിക്കണ സാറേ ചാക്കോ സാറേ വാങ്ങാൻ വാ കോക്കാൻ ചാളേ മാങ്ങയിട്ട് ഈ മീൻ വച്ചെന്നാൽ ഹൈ 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 ആ സ്മെല്ലടിച്ചാൽ കറിച്ചട്ടിയിൽ ചോറിട്ട് വടിച്ച് നക്കുവാൻ ഐശ്വര്യ റായിക്കും തോന്നുന്ന ചാളേ കോക്കാൻ ചാളേ ഹൈ 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 കോക്കാൻ ചാളേ സ്മോളടിച്ച് ഇറങ്ങിയിരിക്കണ നന്ദകുമാർ പൊതുവാളെ ഫുൾ ടൈം സ്മോളേ വാങ്ങാൻ വാ കോക്കാൻ ചാളേ വാ 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 തീരാൻ പോണേ വാ 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 തീരാൻ പോണേ ഹായ് 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 കോക്കാൻ ചാളേ ഹായ് 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 കോക്കാൻ ചാളേ ആ ഇത് മമ്മദ് ഖാന്റെ വീടല്ലേ? ഇവിടെ ആരും ഇല്ലേ? അത് ശരി, നമ്മളിവിടെ വെട്ടുപോത്ത് പോലെ നിന്നിട്ട് നിനക്ക് കണ്ണി പിടിച്ചില്ലല്ലേ? നിങ്ങളാരാന്നേ? നമ്മള് മമ്മദ് ഖാന്റെ ബീവി. നീ ആരാ? അതെ, ഞാൻ KCB വന്ന ഉദ്യോഗസ്ഥനാണ്. മീറ്റർ നോക്കാൻ വന്ന. പേര് പീറ്റർ. അതെ, ഇവിടുത്തെ മീറ്ററൊക്കെ ശരിക്കും ഓടുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ഓടുന്നുണ്ടോന്നാ? വയറിളക്കം പിടിച്ച കിടാങ്ങളെ കക്കൂസിലേക്ക് ഓടണ പോലെയല്ലേ മീറ്റർ ഓടണ? ആണോ? അതിനുള്ള മരുന്നായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാ ബില്ല്. പടച്ചോനെ, 15,000 രൂപയുടെ ബില്ല. അതെ, ഈ ബില്ലടച്ചാൽ അപ്പാ നിൽക്കും. ഇതെന്താ മോനെ ഇവിടെ മാത്രം ഇത്രയധികം ബില്ല് വന്നാ? എന്തൊക്കെ കറണ്ടിന്റെ സാധനങ്ങളാ നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത്? ഒരു ബൾബ്, ഒരു ട്യൂബ്, ഒരു ഫാൻ. അത്രേ ഉള്ളോ? അത്രയും വെച്ചോ ഒരേ മുറിയിലും. അങ്ങനെ 8 മുറിയും 2 ഹാളും 2 അടുക്കളയും മാത്രം. 2 അടുക്കള? അതെന്താ 2 അടുക്കള? നമ്മുടെ മൂത്ത മോന്റെ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ അടുക്കള 2ആയി. അയ്യോ. പീറ്റർ അടുത്ത മാസം വന്ന അടുക്കള 3 കാണാം. അതെന്താ? നമ്മുടെ ഇളയ മോന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കല്ലേ? അതല്ലേ, നല്ല സ്വരുമയുള്ള കുടുംബം. അതുപോലെ ഈ വീട്ടിൽ മൊത്തം എത്ര പൈൻ്റ് ഉണ്ട്? ഇന്നലെ വൈകുന്നേരം വരെ ഇക്കാന്റെ മുറിയിൽ ഒരു പൈൻ്റ് ഇരിപ്പുണ്ടായിരുന്നു. ഇക്ക വെളുപ്പിനെടുത്ത് അടിച്ചു. നിനക്ക് വേണാർന്നാ? അതല്ല ഇത്താ, പോയിന്റ് പോയിന്റ് പോയിന്റ്. ജമാല്, നാസർ, ഷുക്കൂർ, ഷമീർ, ഖാദർ, പിന്നെ ഐഷ, നബീസയും, പിന്നെ ആ കട്ടിൽ കിടക്കുന്നത് ഉപ്പാപ്പ. അങ്ങേര് ഫിനിഷിംഗ് പോയിന്റിലാണ്. നന്നായി. അതല്ല ചോദിച്ചത്, ഇവിടെ എത്ര വാട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്? ഇടയ്ക്ക് ഇവിടെ പണ്ടങ്ങാണ്ട് ആരാണ്ട് വന്നപ്പോ ഇക്കാക്കൊരു വാട്സ് 69 കൊടുത്തല്ലാണ്ട് ഇക്ക പിന്നെ വാട്സ് കൈ കൊണ്ട് തൊട്ടിട്ടില്ല. എന്റെ പൊന്നിത്ത, വാറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ ഈ മാസം 720 യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. തെമ്മാടിത്തരം പറയാതെ ഹിമാറെ, ഇവിടെ ഈ മാസം 12 യൂണിറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ മീറ്ററിൽ 720 യൂണിറ്റ് കാണിച്ചിട്ടുണ്ടല്ലോ. എടാ ശൈത്താമോറ, ഈ തിന്ന ഞമ്മളെക്കാളും വിശ്വാസമാണ് പുറത്തിരിക്കുന്ന മീറ്ററിന്. എണീറ്റ് പോടാ പീറ്ററാ. തിന്നോ? എന്ത് തിന്നെന്ന്? സൂപ്പർ ഫൈൻ റേഷനരി. ഈ മാസം നമ്മള് 12 യൂണിറ്റിന്റെ റേഷനരിയെ തിന്നിട്ടുള്ളൂ. നീ വേണമെങ്കിൽ കൗപ്പനുമായിട്ട് റേഷൻ കട ചെന്ന് ചോദിക്കണ ഷീമാറെ. എന്റെ പൊന്നിത്ത, എനിക്കതൊന്നും അറിയാൻ പാടില്ല. നിങ്ങൾക്ക് 15,000 രൂപയുടെ ബില്ല് വന്നിട്ടുണ്ട്. പടച്ചോനെ, 15 രൂപ കൊടുത്തിരുന്ന വീട്ടില് 15,000 രൂപയുടെ ബില്ല. എന്റെ ബദരീങ്ങളെ, എന്റെ 2 കണ്ണിന്റെ കാഴ്ച അങ്ങോട്ട് കളഞ്ഞെന്നെ. അതെന്തിനാണ്? കണ്ണ് പൊട്ടിക്ക് എന്തിനാണ് ശൈത്താനെ? പിന്നെ കരണ്ട് ഞാൻ വന്നു. പടച്ചോനെ, ദേ വന്നല്ലോ വനമാല. അല്ല മ്ലാവേലി. ഓണൊക്കെ എവിടെ വരെ എത്തിത്ത? 15,000 രൂപയുടെ ബില്ല് വരെ എത്തി ഓനെ. ഓണായിട്ട് നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? ആദ്യം മാവേലി ഈ ഇരിക്കണ മീറ്റർ അങ്ങോട്ട് അടിച്ചു പൊളിക്ക്.
അപ്പൊ ഈ നിക്കണ പീറ്റർ നമ്മളെ അടിച്ചു പൊളിക്കും. ഉടനെ നമുക്ക് രണ്ടാക്കും കൂടി ഈ പീറ്ററിനെ അങ്ങോട്ട് അടിച്ചു പൊളിക്കാം. അങ്ങനെ ഒരു ഓണത്തല്ലോട് കൂടി നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. എരുമേലേ അല്ല മാവേലേ. അത് കൊള്ളാം എനിക്കിഷ്ടായി. ആട്ടെ, മമ്മദ് കാക്ക എവിടെ? മമ്മദ് കാപ്പ ഇന്ത്യക്ക് വേണ്ടി കളിച്ചോണ്ടിരിക്കല്ലേ. ഫുട്ബോൾ ആയിരിക്കുമല്ലേ? അല്ല മാവേലി. എന്നാ പിന്നെ ക്രിക്കറ്റ്? അല്ലാതെ. എന്നാ സംശയമില്ല, ഹോക്കി. ഈ ചക്കൻ എന്താ ഈ പറയണ? അതൊന്നും അല്ലാതെ. മാവേലി കേട്ടിട്ടില്ലേ ഈ കളിക്കൂ ഇന്ത്യ കളിക്കൂ എന്നും പറഞ്ഞിട്ടുള്ള സൂപ്പർ ലോട്ടോ? അത് കളിച്ചോണ്ട് അടക്കേടാ മനുഷ്യൻ. സംഘൃത പമകരി ഇന്നും ലോട്ടോ അടിച്ചില്ല. എടി സുബൈദോ, പടച്ചോനെ ഇന്ന് നമ്മുടെ കെട്ടിയോൻ അടിച്ച് 4 കാലം മേള പറഞ്ഞേ. സംഘൃത തിമികേട നിന്റെ ഉമ്മുമ്മയുടെ മേളം. പടച്ചോനെ ഇന്നിവിടെ നല്ല മേളാങ്കായിരിക്കും. മമ്മദ്ക്ക ഇന്ന് നല്ല ഫോമിലാണല്ലോ. എന്തിനാ മമ്മദ്ക്ക് ഇങ്ങനെ കുടിച്ചു നശിക്കണേ? ഇങ്ങനെ ബെല്ലടിക്കാൻ വേണ്ടി രാവിലെ എന്റെ പേപ്പർ തുറന്നു വെച്ച് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കണല്ലേ. എന്റെ മനുഷ്യ, നിങ്ങളൊരു വല്ലാത്ത ജന്മം തന്നെ. എന്താടി മമ്മദ് കാക്ക എന്താന്നേ? പലിശ തിന്നണ കാക്ക. പഹിമാറെ നിങ്ങളെ പണ്ടാറടങ്ങി പോട്ടെ. തുറക്കല്ല ചെയ്താനേ. കല്യാണ രാത്രിയിൽ ഞാൻ തന്ന പാലിലായി റമ്മ് കലക്കി കുടിച്ചോനെ. ആദ്യത്തെ രാത്രിയിൽ ബീർത്തവയറുമായി പച്ച മാങ്ങ കൈ കൊതിച്ചോളേ. കണ്ടത് ഗ്യാസാ അല്ലടി 3.5 മാസം. മമ്മദ് കാക്ക കള്ള് കുടിക്കണ കച്ചോനെ. അല്ലോ പൊന്നു സുബൈദ കൊള്ള തുറക്കല്ല ചെയ്താനേ. കല്യാണ രാത്രിയിൽ ഞാൻ തന്ന പാലിലായി റമ്മ് കലക്കി കുടിച്ചോനെ. ആദ്യത്തെ രാത്രിയിൽ ബീർത്തവയറുമായി പച്ച മാങ്ങ കൈ കൊതിച്ചോളേ. കണ്ടത് ഗ്യാസാ അല്ലടി 3.5 മാസം. കാണുമ്പോ സൈറ്റടിച്ച് എന്നെ കുടുക്ക യക്ഷിയേ. എടി ആരാന്റെ മോനെ കൊണ്ട് എന്നെ നീ പാപ്പാന്ന് ഹമുക്കെ വിളിപ്പിച്ചില്ലേ? ആരാന്റെ മോനല്ലടോ ഹമുക്ക് കാക്ക. പിന്നെ ഓ നമ്മടെ മോനാണോ ബെടക്ക് കാക്ക. അവനെന്റെ എന്തെങ്കിലും ഷേപ്പുണ്ടോടി? ഒരു ജാതി മെനകെട്ട കോങ്കണ്ണല്ലേ. അയലത്തെ ബീരാനും ആ കണ്ണല്ലേ. പിന്നെ വേണ്ട കള്ളി സുബൈദ. എടി പൊന്നു സുബൈദ ഈ ബെടക്ക് എവിടെ കിടന്ന പെണ്ണാണ്ടാ. സാക്ഷിക്ക് എന്താ ഹുങ്കുണ്ടോ? ഉണ്ട്, എല്ലാം കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നതിന്റെ ഹുങ്ക്. സാക്ഷി ഇതൊന്നും കാണേണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വിളിച്ച് കാണിക്കുകയല്ലേ ചില വിരുദ്ധന്മാർ. മദ്യവിരുദ്ധ സമരങ്ങൾ കേരളത്തിൽ ധാരാളം നടക്കുന്ന ഈ സമയത്ത് പാലക്കാട്ടുകാരനായ ഒരു പാവം മണികണ്ഠൻ ഈ അടുത്ത് നടത്തിയ ഒരു പാഴ്ശ്രമത്തിന്റെ കഥയാണ് സാക്ഷിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വേണ്ടേ നാട്ടിൽ മദ്യം വേണ്ടേ? പിന്നെ വേണം, നാട്ടിൽ മദ്യം വേണം. ഞാൻ നിങ്ങളോട് ചോദിച്ചതല്ല. ഞാൻ പറയുന്ന പോലെ വേണ്ട എന്ന് പറയണം. നമുക്ക് മദ്യം വേണ്ട. വേണ്ടേ നാട്ടിൽ മദ്യം വേണ്ടേ? വേണ്ടേ നാട്ടിൽ മദ്യം വേണ്ടേ? മദ്യമടിച്ചു മരിക്കണ്ട. എണ്ണാമെങ്കിൽ എണ്ണിക്കോ. ലക്ഷം
ലഷ്കം കല്ലറയിൽ. ഹലോ എന്തിവിടെ പരിപാടി? ചേട്ടാ ഇതൊരു മദ്യവിരുദ്ധ സമരമാണ്. കൂടുന്നുണ്ടോ? കൂടുന്നുണ്ടെന്നാ ഇത്ര പരസ്യമായിട്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പൈലും മേടിച്ച പെട്ടിക്കയുടെ പുറകിൽ നിന്ന് കൂടാം. എന്റെ പൊന്നോ ചേട്ടാ ദേ പോലീസ് വരുന്നുണ്ട്. നീ എന്തിനാ കുടിച്ചിട്ടുണ്ട്? ഇല്ല സാർ. പിന്നെ എന്തിനാ കേട്ട നാടനത്? അത് കാറ്റ് കൊണ്ടിട്ടാ സാർ. നിന്റെ പേരെന്തിരി? നിക്കോളാസ്. നിക്കോളാസാ? നീ നിലത്ത് നിക്കണില്ലല്ലേ? സാറിന് സംശയമുണ്ട്, ആരുടെ വിളിച്ചു ചോദിര്. ഇവിടെ വാടേ. എന്താ സാർ? ലവന്റെ പേരെന്തിരി? അവന്റെ പേര് ചാക്കപ്പൻ. എന്തിനാടാ നീ നേരത്തെ പ്യാര് മാറ്റി പറഞ്ഞ്? വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ടാ സാറേ. തന്നെ അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കണം കേട്ടാ. നിന്റെ 250 ഉണ്ടോ? ഒരു 50 ഉണ്ട് സാർ. എങ്കിൽ ആ 50 ഇങ്ങോട്ട് ഇട്, എന്നിട്ട് നീ സ്ഥലം വിട്. പ്രിയമുള്ളവരെ, മദ്യവിരുദ്ധ സമിതിയുടെ കേരള ഘടകം കൺവീനർ പാലക്കാട്ടുകാരൻ മണികണ്ഠൻ സാർ നിങ്ങളോട് 2 വാറ്റ് ചോദിക്കുന്നു. 2 വാക്ക് സംസാരിക്കുന്നു. മാന്യമകാ ജനങ്ങളെ, എൻ്റെ പേര് മണികണ്ഠൻ. സ്നേഹമുള്ളവർ എന്നെ മാനെ കണ്ടാന്ന് വിളിക്കും. ദേഷ്യമുള്ളൊരുവിനെ മണ്ടാന്ന് വിളിക്കും. മാനെ വേണ്ട. എടാ എന്തിനാണ് നിങ്ങളിങ്ങനെ കുടിച്ച് മരിക്കണത്? ആ നേരത്ത് ആ കാശ് കൊടുത്ത് വല്ല പാലോ ജ്യൂസോ വാങ്ങിച്ച് കഴിച്ചാൽ ശരീരത്തിൽ പിടിക്കൂലോ. പക്ഷെ തലയ്ക്ക് പിടിക്കില്ലല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, നമ്മുടെ തലക്ക് പിടിക്കുന്ന സാധനങ്ങളാണ് മദ്യം, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ. തലയ്ക്ക് പിടിക്കുന്ന മറ്റൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ. എന്താണത്? പള്ളിയിലച്ചൻ. ദേതാണ്ടവൻ വിവരദോഷി. എന്റെ ഒരു അനുഭവം കേട്ടാലുണ്ടല്ലോ നിങ്ങൾ കിടുങ്ങി പോവും മക്കളെ. തമാസല്ല. എന്നാ പറയടോ. 8ാം ക്ലാസ്സിൽ പഠിക്കണ 8ഉം പൊട്ടും തിരിയാത്ത കുട്ടപ്പൻ എന്ന കുട്ടി പാട്ട് കളിക്കാൻ വേണ്ടി വീടിന്റെ പേരാൻ പറഞ്ഞ ഓടി പോവായിരുന്നു. എന്നിട്ട് ഞാൻ അവനെ പിടിച്ച് ചോദിച്ചു, എന്തിനാണ് കുട്ടി നിങ്ങനെ കുടിച്ച് നശിക്കണേന്ന്. കഷ്ടം. അവൻ എടുത്ത വായിക്ക് പറയാണ്, ഞാൻ കുടിക്കണോണ്ട് നിക്കെന്താടാ ചേതം അച്ചാന്ന്. അപ്പൊ സ്വന്തം മോനായിരുന്നല്ലേ? എന്നിട്ടാണ് താൻ ഞങ്ങളെ നന്നാക്കാൻ നടക്കുന്നത് അല്ലേ? എടാ കേക്ക്, അവൻ പോയതിനു ശേഷം അവന്റെ അമ്മ വീട് വിട്ട് വെളിയിൽ ഇറങ്ങില്ല. അറിയാൻ നിക്ക്. അതെന്താ കാര്യം? എടാ ഒരു കെട്ടുതാലി പോലും കഴുത്തില്ലാണ്ട് എങ്ങനെയാടാ വെളിയിൽ ഇറങ്ങണ നായെ? കഷ്ടം. എടാ ഞാൻ ചോദിക്കാണ്, എന്നാടാ ഈ മദ്യം ഉണ്ടായത്? അറിയില്ല സാർ. നമ്മുടെ ഭൂമി ഉണ്ടായിട്ടാണ് മദ്യം ഉണ്ടായത്. ആണോ? കോടാനും കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി ഒരു ഉരുണ്ട കോളായിരുന്നു അത്രേ. എന്നാര് പറഞ്ഞു? അല്ല മിമിക്രിക്കാര് പറഞ്ഞു കേട്ടാണ്, ഞാൻ പറഞ്ഞല്ല, തമാസല്ല. അത് പൊട്ടിത്തെറിച്ച് പണ്ടാറടങ്ങിയിട്ടാണ് ഈ ഭൂമി ഉണ്ടായത്. എന്നിട്ട് അതിന്റെ അകത്തുണ്ടായ കുരങ്ങന്മാരുടെ മോന്ത മാറി മാറിയാണ്ടാ നമ്മളൊക്കെ ഉണ്ടായത്. എന്നിട്ട് തന്റെ മോന്തയ്ക്ക് ഒരു മാറ്റമില്ലല്ലോ. മാനെ കുടിയാ വേണ്ട, വേഷം കെട്ടിട്ട് കൂമ്പിയാൻ കളിക്കാൻ. എന്താ കളിക്കാതി? നീ വലിയ കൊമ്പത്താളാണ്, നിന്റെ അടുത്ത് ചോദ്യം ചോദിക്കട്ടെ ഞാൻ. ചോദിക്കും. നിന്റെ ആമാശയത്തിൽ എത്ര കോസണ്ടാ? ഈ ആകാശത്ത് എത്ര നക്ഷത്രണ്ടാ? പറഞ്ഞതി. ഞാൻ ഈ നാട്ടുകാരനില്ല, എനിക്കറിയില്ല. ചേട്ടൻ തന്നെ പറഞ്ഞു. അല്ല, എന്റെ ഇളയ മോന് ഈ ചോദ്യം എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കാലോ എന്ന് വിചാരിച്ചാൽ ചോദിച്ചാണ്. തമാസല്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു കുടിയന്മാരെ, നിങ്ങൾ കുടിക്കരുത്. ഈ മദ്യം ഉണ്ടല്ലോ, അത് കരണ്ട് തിരിഞ്ഞ സാധനമാണ്. അത് വിഷാണ്, പാഷാനാണ്, കഷായാണ്. പക്ഷെ ബിയർ വലിയ കുഴപ്പമില്ല കേട്ടോ. കേട്ടില്ലേ കൂട്ടരെ, മദ്യവിരുദ്ധ സമരക്കാരുടെ ആവേശം. എന്നാൽ അതേ കവലയുടെ മറുഭാഗത്ത് നടക്കുന്നത് അതിലും ആവേശകരമായ ഒന്നാണ്. അതും കാണേണ്ടി വന്നു ഈ പാവം സാക്ഷിക്ക്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ നാട്ടിലെ കുടുംബസ്നേഹികളായ കുടിയന്മാർക്കൊരു സന്തോഷ വാർത്ത. അമേരിക്കയിലുള്ള ജോമോനച്ചായൻ ഈ നാട്ടിലെ പാവപ്പെട്ട കുടിയന്മാരെ കുടിപ്പിച്ച് കുടിപ്പിച്ച് കുളിപ്പിച്ച് കിടത്തുവാൻ 5 സ്റ്റാർ മാതൃകയിൽ പണികടിപ്പിച്ച ഒരു പുതിയ ബാർ, മാർജിൻ ഫ്രീ സൂപ്പർ ബാർ. വരുവിൻ, കുടിക്കുവിൻ, കുടിച്ചു കൂത്താടുവിൻ. മാർജിൻ ഫ്രീ സൂപ്പർ ബാർ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. വെള്ളമടിച്ച് വാളടിക്കുന്നവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഏക ബാർ, മാർജിൻ ഫ്രീ സൂപ്പർ ബാർ. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. അടിച്ച് കോട്ടറ്റി കിടക്കുന്നവരെ വീട്ടിലെത്തിക്കാൻ ഒരു ഹുണ്ടായി കാർ സദാസമയവും. കേരളത്തിലെ അറേബ്യയായ ലലാലയുടെ ഹരിതാബയിൽ ഇനി മുതൽ ആൽക്കഹോളിന്റെ വർണ്ണത്തിളക്കം. മാർജിൻ ഫ്രീ സൂപ്പർ ബാർ. ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം. ടാറിട്ട റോഡാണ്, റോഡിനരികാണ് ബാറിനടയാളം, സെക്യൂരിറ്റി. മാർജിൻ ഫ്രീ സൂപ്പർ ബാർ. എന്താണ്ടി കേക്കണത്? ഇവിടെ കുടിയന്മാരെ നന്നാക്കാൻ നോക്കുമ്പോ അവിടെ ഓരോരുത്തർ നശിപ്പിക്കാൻ നോക്കുകയാണ്. ഇത് കേട്ടിട്ട് എന്റെ തല പെരുത്ത് കയറുകയാണ്. ഹായ് ചേട്ടായി, ആ തലയുടെ പിടിപ്പ് പോകാൻ നല്ല ബെസ്റ്റ് ഒരു പണിയുണ്ട്. എന്താണത്? ഒരു 2 പെഗ് അടിച്ചാ മതി. തന്നെ എവിടെയാണ് കിട്ടണത്? ദേ അപ്പുറത്തൊരു പുതിയ ബാർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആഹാ, ആരും കാണാണ്ട് പെട്ടെന്ന് വരിയുന്നു. എന്താണ് ഇപ്പൊ പ്രസംഗിച്ചത്? വെള്ളം ഒഴിച്ച കരണ്ട് പോകുന്നു. കരണ്ട് പോയാലും വരും ചേട്ടാ, പക്ഷെ തലയുടെ പെരുപ്പിഞ്ഞ് വരില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞാണ്, തമാസല്ല.
ചേട്ടാ ഇതാണ് വാർ. എന്താണ്ടപ്പത് കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ചു പോടും. 3-4 നില ഉണ്ടല്ലോ. ദേവപ്പെട്ടിട്ടാണ് നമ്മൾ കുടിക്കണത്. മേലെ എസി ബാർ, താഴെ ലോക്കൽ ബാർ. സാറേ വാ, താഴത്ത് തിരക്ക, രണ്ടടിച്ചാൽ ഒടക്ക. സാറേ വാ, എസി ബാർ ഇതാ ഇതാ. ഒരു ഫുള്ള് വേണ്ടേ? പിന്നെ വേണ്ടേ? നല്ല തണുത്ത ചിൽഡായ സോഡ വേണ്ടേ? 2 ഗ്ലാസ് വേണ്ടേ? പിന്നെ ചില്ലി ചിക്കൻ വേണ്ടേ? വേണം. ഏക്കിൽ പോകാൻ നല്ല പിക്കിൽ വേണ്ടേ? ഒരു ഫുള്ള് വേണ്ടേ? എന്ത് ചോദ്യം? നല്ല തണുത്ത ചിൽഡായ സോഡ വേണ്ടേ? 2 ഗ്ലാസ് വേണ്ടേ? കൊണ്ടുവരാൻ പറയ്. ചില്ലി ചിക്കൻ വേണ്ടേ? പിന്നെ ഏക്കിൽ പോകാൻ നല്ല പിക്കിൽ വേണ്ടേ? ശങ്കരോ താടാ മോനെ നീ ഒരു കുപ്പി. ശിവാസ് ചിയേഴ്സ്. പൊറോട്ട. സാറേ ബില്ല് വേണ്ടേ? വേണ്ട. നമ്മൾ അടിച്ച സ്മോളിന്റെ കണക്കിതാ, അത് കൊടുക്കണ്ടേ? വേണോ? ഇപ്പൊ കൊടുക്കണ്ടേ? വേണം. അതിനെന്റെ കയ്യിൽ കാശ് വേണ്ടേ? സാറേ ബില്ല് വേണ്ടേ? വേണ്ടെന്ന്. നമ്മൾ അടിച്ച സ്മോളിന്റെ ബില്ലിതാ, അത് കൊടുക്കണ്ടേ? വേണോ? ഇപ്പൊ കൊടുക്കണ്ടേ? വേണം. അതിനെന്റെ കയ്യിൽ കാശ് വേണ്ടേ? ദൈവമേ, ചതിച്ചല്ലോ ഈ കള്ളപ്പന്നി. വിടാ വിടാ ഓടാ. 1 2 3 5. നല്ലതിനെയെല്ലാം ചീത്തയാക്കി ചിത്രീകരിച്ച് ആ ചീത്ത മുതൽ വിറ്റ് ജീവിക്കുന്ന ഒരു പറ്റം പ്രജകളെയും ഇക്കൊല്ലം നമ്മുടെ മാവേലിത്തമ്പുരൻ കണ്ടു. ചേട്ടോ കടക്കാരോ, ചേട്ടാ വിസ്ക് ഉണ്ടോ? വിസ്ക് ഉണ്ടോ? വിശക്കണ്ടോന്നോ? അതല്ല ചേട്ടാ, ഈ തലവേദനയ്ക്ക് പറ്റുന്ന മരുന്നില്ലേ വിസ്ക്? എടോ അത് വിസ്ക് അല്ല, പിന്നെ വിക്സ്. ആ വിസ്ക്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. വിക്സ് ഒന്ന് പറഞ്ഞേ. വിസ്ക്. വിസ്ക് അല്ല, വിക്സ്. വിക്. ആ വിക്ക് പറഞ്ഞില്ലേ, അതിനോട് എസോടെ ചേർത്താൽ മതി. വിക്സ്. ആ വിക്സ് അങ്ങനെ ചോദിക്കണം. അതുണ്ടോ? അയ്യോ അതിവിടെ തീർന്നു പോയല്ലോ. പക്ഷെ അതിനേക്കാൾ നല്ല മുന്തിയ മരുന്നുണ്ട്. എന്തുട്ടാണ്? അതിർമാഞ്ചൻ. അതിർമാഞ്ചൻ. അയ്യേ. വാങ്ങുവിൻ വായിക്കുവിൻ പ്രശസ്ത സിനിമാ നടിയുടെ അറിയപ്പെടാത്ത രഹസ്യം ഈ ലക്കം മുതൽ ഫ്രെയിം വാരികയിൽ. വാങ്ങുവിൻ വായിക്കുവിൻ. അറിയപ്പെടാത്ത രഹസ്യങ്ങളോ? ഒരു ബുക്ക് ഉണ്ട് തന്നേട്ടാ. ഇതാ 10 രൂപ. എടോ, അറിയപ്പെടാത്ത രഹസ്യങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് സിനിമാ കഥയാണല്ലോ. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രശസ്ത സിനിമാ നടി ജയഭാരതി അഭിനയിച്ച പഴയ പടം അറിയപ്പെടാത്ത രഹസ്യം, അതിന്റെ കഥയാണ് ഇതിനുള്ളിൽ. വാങ്ങിക്കുവിൻ വായിക്കുവിൻ ഫ്രെയിം വാരിക. ഫ്രെയിം വാരിക. ഹലോ, ഫ്രെയിം വാരികയല്ലേ? അതെ, എഡിറ്റർ ക്രിമിനൽ കുഞ്ഞപ്പൻ സ്പീക്കിംഗ്. നിന്റെ തലയിൽ ഇടുത്തി വീഴുമടാ. വാട്ട്? നീ ആരാടാ എമ്പോക്കി? നീ ആളുകളെ കുറിച്ച് വേണ്ടാതിന് എഴുതുവല്ലേടാ. നീ പുറത്തേക്ക് ഇറങ്ങിയ നിന്നെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി വെട്ടിക്കീറി കഷണം കഷണമാക്കി വെയിലത്തിട്ട് ഉണക്കി കോർപ്പറേഷനിലെ ചീഞ്ഞു നാറിയ വേസ്റ്റിട്ട് കത്തിച്ച് നിന്റെ കുഴിച്ചു മൂടുമടാ മരപ്പട്ടി. വെച്ച് കളഞ്ഞ് തേണ്ടി. നല്ല മൂടായിരുന്നു, കോരി തരിച്ചു പോയി. രാവിലെ തന്നെ തള്ളക്കുളി കേട്ടപ്പോ എഴുതാനൊരു മൂടായി. എഴുതാം. ചാരിത്രം പോയ ചരിത്രങ്ങൾ. ഞാൻ വിചിത്ര. വർഷം കൃത്യമായി ഓർക്കുന്നില്ല. ഏതോ ഒരു ഫെബ്രുവരി 31 തലസ്ഥാന നഗരിയിലെ ആ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് എൻ്റെ ആൻറ്റി 59ാമത്തെ പുരുഷന് എന്നെ കൈമാറിയപ്പോഴാണ് എനിക്ക് ആ സത്യം ബോധ്യമായത്. ദൈവമേ, എൻ്റെ ചാരിത്രം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അയ്യോ എന്നെ കൊന്ന് എല്ലാരും കൂടി എന്നെ റോട്ടിലിട്ട് വാരി അരക്കി സാറേ. ഈശ്വര, നമ്മുടെ സ്വന്തം ലേഖനാണല്ലോ കരഞ്ഞോണ്ട് വരുന്നത്. എന്ത് പറ്റി സലേ? ഇനി എന്ത് പറ്റാനാ സാറേ? സാർ എന്ത് പണിയാ കാണിച്ചത്? കഴിഞ്ഞ ദിവസം വഴി കിടന്ന് കിട്ടിയ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ സാറിന് കൊണ്ടുവന്ന് തന്നില്ലേ? ഐ റിമെമ്പർ ദാറ്റ്. ഞാനത് ഓർക്കുന്നു. സാർ അതിനൊരു അടിക്കുറിപ്പ് എഴുതി പ്രസിദ്ധീകരിച്ചില്ലേ? യെസ്, വഴി പിഴച്ച് തെരുവിൽ വന്നവൾ. ചിരിക്കണ്ട, വന്നു. അവളുടെ വീട്ടുകാരെന്നെ തെരുവിൽ വെച്ച് കണ്ടു. എന്നിട്ടോ? ഒരു തെരുവ് പട്ടിയോടുള്ള മര്യാദ പോലും എന്നോട് കാണിച്ചില്ല സാറേ. അവരെന്റെ കാല് പിടിച്ച് വാരി നിലത്തടിച്ചു സാറേ. എന്റെ അമ്മേ, ഇനി എന്നെ ഒന്നിനും കൊണ്ടില്ല സാറേ. എടോ, തനിക്കറിയാൻ പാടില്ലേ, നമ്മളൊരു ന്യൂസ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. നമ്മുടെ സേഫ്റ്റി സൈഡ് നമ്മൾ തന്നെ നോക്കണ്ടേ? അതെ, എന്തൊക്കെയുണ്ട് പുതിയ ന്യൂസുകൾ? ആവശ്യത്തിനുള്ള ഏറെ എനിക്ക് കിട്ടിയോണ്ട് ഞാൻ വേറെ ഒന്നും അന്വേഷിച്ചു പോയില്ല സാറേ. കഷ്ടം. ഇനിയിപ്പോ എന്ത് ചെയ്യും?
ആ ഐഡിയ കിട്ടിപ്പോയി. താനാ ചാരി വെച്ച പെണ്ണിന്റെ പ്രതിമേമ ഒന്ന് കെട്ടിപ്പിടിച്ചെന്ന്. എന്തിനാണ് സാർ? ഒരു ഫോട്ടോ എടുക്കാനാണോ? എന്നിട്ട് വേണം സാറിന് ആ ഫോട്ടോ വെച്ചിട്ട് എന്നെ കുറിച്ച് ഒരു അടിക്കുറിപ്പ് എഴുതാൻ. പ്രതിമയെ പോലും വെറുതെ വിടാത്തവൻ. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. സാർ പ്രസിൽ കാണുമ്പോൾ ഞാനത് പ്രിന്റിൽ കാണും. ഈശ്വര, എന്റെ സ്റ്റാഫിന് ഒരു വിവരം വെച്ചു തുടങ്ങി. ഹലോ, ഫ്രെയിം എഡിറ്റർ സ്പീക്കിംഗ്. എടാ കുഞ്ഞപ്പോ, ഞാൻ നിന്റെ വല്യമ്മച്ചിയാ. ആ വല്യമ്മച്ചി, എന്താ വല്യമ്മച്ചി? എടാ പള്ളിയിലച്ഛൻ വീട്ടിൽ വന്നിരുന്നു. ഈ വർഷമെങ്കിലും പള്ളി പെരുന്നാളിന് സംഭാവന കൊടുത്തില്ലെങ്കിൽ ഇനി കുർബാനയ്ക്ക് അങ്ങോട്ട് ചെല്ലണ്ടെന്ന വികാരി അച്ഛൻ പറഞ്ഞിരിക്കുന്നേ. ഓഹോ, വികാരി അച്ഛൻ അങ്ങനെ പറഞ്ഞല്ലേ? അച്ഛനിട്ട് ഞാൻ പണി കൊടുത്തോളാം. എടാ അച്ഛന്റെ ഫോട്ടോ വല്ലതും വേണോ? വേണ്ട വല്യമ്മച്ചി, അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം. ഏതെങ്കിലും ബീച്ചിൽ നിൽക്കുന്ന സാഹിബിന്റെ തല വെട്ടി മാറ്റിട്ട് അച്ഛന്റെ തലയാണ് കയറ്റിയ പോരെ. എടോ സ്വന്തം ലേഖക, എടോ സൊലേ, ഇയാൾ എവിടെ പോയി തൊലഞ്ഞി? ഞാൻ ഇവിടെ ഉണ്ട് സാർ. ഒരു ചൂടൻ മാറ്റർ കിട്ടിയിട്ടുണ്ട്. എന്താണ് സാർ? എഴുതിയെടുത്തോളൂ. ഇവൻ വൈദികനോ അതോ കാപാലികനോ? ആ, അല്ലെങ്കിൽ വേണ്ട, അത് വെട്ട്. കുറച്ച് സ്ട്രോങ് വേണം. ഈ അച്ഛൻ മേലാലി സംഭാവന ചോദിച്ചിട്ട് എന്റെ വീടിന്റെ പരിസരത്ത് പോലും വരരുത്. അതേപോലത്തെ സ്ട്രോങ് ഉള്ള സാധനം വേണമല്ലോ. കിട്ടിപ്പോയി. എഴുതിക്കോ, ലോഹക്കുള്ളിലെ കാമപ്രാന്തൻ. അത് വേണോ സാർ? അത് വേണോടോ. ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളമാകത്തുള്ളൂ. അച്ഛൻ ചെയ്യട്ടെ, ഫ്രൈം വളരട്ടെ. എടോ സോലെ, എന്താണ് സാർ? ഏതാടോ തന്റെ ആ പോക്കറ്റിൽ കിടക്കുന്ന ഫോട്ടോ? എന്റെ അപ്പൂപ്പന്റെ തിരിച്ചറിയൽ കാർഡാണ്. കൊണ്ടുവരൂ നോക്കട്ടെ. സാർ, ആഹാ, ഇത് കൊള്ളാലോ. എത്ര വയസ്സുണ്ട്? എഷ്ടി പൂർത്തി കഴിഞ്ഞു. എന്ന് വെച്ചാ 80 കഴിഞ്ഞു. ആഹാ, ബെസ്റ്റ്. എഴുതിക്കോ അടുത്ത മാറ്റർ. 80കാരൻ 9കാരിയെ തേടുന്നു. അയ്യോ സാർ, അത് കണ്ട എന്റെ അപ്പൂപ്പൻ തൂങ്ങിച്ചാവും. അല്ലെങ്കിൽ ചാവോടൂ. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാവുള്ളൂ. അപ്പൂപ്പൻ ചെയ്യട്ടെ, ഫ്രെയിം വളരട്ടെ. അല്ല സാർ, എന്റെ അപ്പൂപ്പൻ അത് കണ്ട് വല്ല കേസും കൊടുത്താലോ? എടോ, എത്ര കേസുകൾ നമുക്കെതിരെ വന്നിരിക്കുന്നു. എന്നിട്ട് ഒരു പോലീസുകാരനെങ്കിലും നമ്മുടെ ഓഫീസ് മുറിയിൽ വന്നിട്ടുണ്ടാ? അഥവാ വന്നാല് അപ്പൊ നമ്മൾ എഴുതൂലേ, കാക്കക്കുള്ളിലെ കാമപ്രാന്തന്മാർ നമ്മുടെ കയ്യിലാണ് മാറ്ററിന് പഞ്ഞം. നാറ്റിക്കില്ലേ നമ്മള്? അവരുടെ കയ്യിൽ നല്ല മുഴുത്ത ലാത്തി ഇരിപ്പുണ്ട്. ആ സാർ, പിന്നെ സാറിന്റെ മൊബൈൽ ബില്ല് വന്നിട്ടുണ്ട്. എവിടെ നോക്കട്ടെ. 62,438 രൂപയോ? എന്റെ പറ്റിയടക്കം ബില്ലടച്ചില്ലെങ്കിൽ അവർ കട്ട് ചെയ്യും. ഇവന്മാർക്ക് ഇത്തിരി പണി കൊടുക്കണമല്ല. ആ, അടുത്ത ലക്കത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട്. മൊബൈൽ ബില്ലടക്കാത്ത ബാലികയെ മൊബൈൽ മുതലാളി പീഡിപ്പിച്ചു. അത് കൊള്ളാം. എന്നാലും 62,438. ഇത് വലിയ കൊലയായി പോയല്ലോടോ സൊലേ. സാർ, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ. ഫോൺ വിളിക്കുന്നവർ ചെയ്യട്ടെ, ഫോൺ കമ്പനിക്കാർ വളരട്ടെ. പല ഫോൺ നാട്ടിൽ വന്നു. 500 രൂപയ്ക്കൊരു റിലയൻസും നാട്ടിൽ വന്നു. തെണ്ടിത്തിരിയുന്ന പിച്ചക്കാർ പോലും സ്റ്റൈലിൽ തണ്ടാനത് വാങ്ങി. ബില്ലുകൾ പെൻഡിങ്ങായി 19 കോടി. ഞെട്ടിയ അംബാനി പാടി. എന്താ അവിടെ ഒരു ബഹളം? തിരുമേനി, മൊബൈൽ ഫോൺ കമ്പനിക്കാർ ഗുണ്ടകളെ വിട്ട് ബില്ലിന്റെ കാശ് പിരിപ്പിക്കുന്നതാ. എന്റെ ഈശ്വരാ, ഗുണ്ടകളുടെ നഗരം, ഗുണ്ട പിരിവുകളുടെ നഗരം. രാവും പകലും വടിവാള് എന്തണ കൊലയാളികളുടെ നഗരം. ഗുണ്ടകളുടെ നഗരം, ഗുണ്ട പിരിവുകളുടെ നഗരം. ഇതെന്താ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ എന്നെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേ? തിരുമേനി, ഇത് ബോട്ട് ജെട്ടിയല്ല. ഒരു മഴ പെയ്ത ബസ് സ്റ്റാൻഡൊക്കെ ഇങ്ങനെയാ. ബസ് സ്റ്റാൻഡ് മൊത്തം വെള്ളം, യാത്രക്കാരിൽ പലരും വെള്ളം. ഒരു മഴ പെയ്താൽ കേരള നാട്ടിലെ ബസ് സ്റ്റാൻഡെല്ലാം വെള്ളം കേറി പോകും, ചളവളകുളമാകും. ബസ് സ്റ്റാൻഡിലുള്ളൊരു ബെഞ്ചിലിരുന്നാൽ ആന പോലൊരു മൂട്ട കടിക്കും. ബാലൻസ് ഉള്ളൊരു ചോര കുടിക്കാൻ കുടുകുകളെല്ലാം കൂട്ടം കൂടി പോരും, കുടിച്ചിട്ട് പോകും. 4 ചുറ്റും കടയുണ്ടേ, സെക്സ് ബുക്കുകൾ അവിടെ മാറിയ മൂത്രപ്പുരയുണ്ടേ, നാലട വാങ്ങാൻ ആളുണ്ടേ. മണമുണ്ടേ, മന്ദബുദ്ധി ശിരോമണി അട്ടപ്പാടി മൂക്കണാഞ്ചൻ. പറഞ്ഞാലും തിരിയാത്ത മണ്ണപ്പൻ.
ഒരു ചാണാപ്പളി മൈക്കിന്റെ മുമ്പിൽ ഇരുന്നുറങ്ങുന്ന സുന്ദരേശ. സുന്ദരേശ, കേശവൻ 14:30 കുന്നംകുളം. എത്രയും പെട്ടെന്ന് ശാന്തി വിട്ട് പോയാലും കൊള്ളാം, പോയില്ലേലും കൊള്ളാം. വെളുപ്പിന് കൃത്യം 5 മണിക്ക് എന്റെ അമ്മച്ചിയാണ്, ഞാൻ വീട്ടിൽ പോവും. ആരും എന്നെ ചൂളം വിളിക്കണോ? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അയ്യോ, അത് തിരുമേനി ഉദ്ദേശല്ല, അത് വേറെ ലൈനാ. വേറെ ലൈനോ? നോക്ക്. മുല്ലപ്പൂവും ചൂടി മൂളിപ്പാട്ടും പാടി പോലീസ് കാണാതെ മതിൽ മെല്ലെ ചാടി. തങ്കമ്മേ വാ, ബസ് സ്റ്റാൻഡിൻ സൈഡിലൂടെ വാ. ചേട്ടാ, ഞാൻ ഈ മതിലിന് ഇപ്പുറത്തുണ്ട്, ചേട്ടൻ എങ്ങോട്ട് വാ. അക്കരെ ഇക്കരെ നിന്നാൽ നമ്മുടെ BP കൂടും, തങ്കമ്മേ BP കൂടും. ലോട്ടോ കിട്ടിയാൽ ഇന്നു നമ്മുടെ താജിലേക്ക്, അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് ലോഡ്ജിലേക്ക്. എന്നിട്ട് ഓയിലമാലി, നമുക്ക് ലൈസമാലി, ഓയിലമാലി ലവിഷായി ലൈസമാലി. ചക്കരക്കുട്ടാ, എന്തിനു പെണ്ണുങ്ങളുടെ പിന്നാലെ പോയിട്ട് നമ്മുടെ ആണുങ്ങളുടെ വില കളയണത്? ചേട്ടൻ ഞാനിലേക്ക് ഇങ്ങോട്ട് വാന്നേ. അയ്യേ, ഇത് ഏതേ സാധനം? ചുണ്ടിൽ ചുമപ്പും തെച്ച് ആണും പെണ്ണും തെറ്റൊരുത്തൻ കൂട്ടിനായി ഒരാളെയും തേടിട്ട് സ്റ്റാൻഡിൽ കറങ്ങി നടപ്പുണ്ടേ. നേരാണേ നേരാണേ നേരാണേ. കണ്ടാൽ തടിച്ചൊരു ചെക്കൻ പെണ്ണിനെ പോൽ കണ്ണുരുട്ടി കൂട്ടിനായി ഒരാളെയും തേടി സ്റ്റാൻഡിൽ കറങ്ങി നടപ്പുണ്ടേ. നേരാണേ നേരാണേ നേരാണേ. ഈശ്വരത് എങ്ങനെ മനസ്സിലായി? ആ പിശാചിനെ നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വാടാ, നമുക്ക് ആ ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാം. അത് വേണോ? എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉറുമ്പരിച്ചിരിക്കണ പുട്ടാണ്, കേക്കാണ്, വടയാണ്, പൂപ്പൽ കേറിയ ചിക്കൻ ഫ്രൈ ആണ്. ഇത് സ്റ്റാൻഡിലുള്ളൊരു ക്യാൻറ്റീൻ ഫുഡാണ്. ആഴ്ചയിൽ കുളിക്കണ കുക്കാണ്, വിളമ്പുന്നൊളുപ്പിന്റെ മണമാണ്, കളസങ്കീരണ ബില്ലാണ്, വയറുപോക്കാണ്. കന്യാകുമാരിയിൽ നിന്നും പുറപ്പെട്ട് കാസർഗോഡ് വഴി പാതാളത്തിലേക്ക് പോകുന്ന 947 ഉടൻ തന്നെ പുറപ്പെടുന്നതാണ്. മക്കളെ, എങ്കിൽ തൽക്കാലം ഞാൻ പോയിട്ട് വരാം. അടുത്ത കൊല്ലം ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ ആയിക്കോട്ടെ മാവേലി തമ്പുരാ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. ദേ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി പോകല്ലേ, വണ്ടി പോകല്ലേ, ആള് കയറാനുണ്ട്. പൊന്നോണ നാളിലെത്തി പൊന്നോണ പാട്ട് കേൾക്കാൻ മാവേലി തമ്പ്രാനും വന്നേ. പാരടികൾ തമ്പ്രാനും കേട്ടു പഠിച്ചേ, കോമഡിയിൽ തമ്പ്രാനും കൂടെ ചിരിച്ചേ. പാട്ടു ചിരിക്കണ കോമഡി പറയാൻ ഓർത്തു ചിരിക്കണ പാരടി പാടാൻ അടിയങ്ങൾക്കൊരു വേദിയൊരുക്കിയ ഈശ്വരനും ഇത് കേട്ടു ചിരിച്ചൊരു നിങ്ങളുടെ ഉള്ളിലെ നല്ല മനസ്സിന് ഞങ്ങളുടെ നെഞ്ചിലെ ഓണപ്പൂക്കളിതാ. ഈശ്വരനും ഇത് കേട്ടു ചിരിച്ചൊരു നിങ്ങളുടെ ഉള്ളിലെ നല്ല മനസ്സിനും ഞങ്ങളുടെ നെഞ്ചിലെ